بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم زدنا علما. കഴിഞ്ഞ ക്ലാസ് ബഹുമാന്യ പണ്ഡിതൻ ഇദ്രീസ് സ്വലാഹിയായിരുന്നു നമ്മൾക്ക് എടുത്തിരുന്നത്. സൂറത്ത് ആലി ഇംറാനിലെ 9 ആയത്തുകൾ അതിൻ്റെ അർത്ഥ വിശദീകരണ സഹിതം പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് 10 മുതലുള്ള ആയത്തുകളാണ് എടുക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ഇതിൻ്റെ ഫോട്ടോ കോപ്പി കിട്ടിയോ? ബാക്കിലൊക്കെ കിട്ടിയില്ലേ? തങ്ങൾ കിട്ടിയില്ലേ? തുടങ്ങല്ലേ? തുടങ്ങട്ടെ. നമ്മൾ ആദ്യം ഓതലുണ്ട്. ആ ഓതി തരുന്നത് ഞാൻ അർത്ഥം പറയുന്നതിന് മുമ്പ് ഓതിപ്പോകാൻ വേണ്ടിയിട്ടല്ല, നമ്മളും നിങ്ങളും അഥവാ നമ്മളെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ഓതി ആ ഓതുന്ന രീതി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ ലാ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ വഉലൈക ഹും വഖൂദുൻ നാർ കദബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد. قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار.
10 മുതൽ 13 വരെയുള്ള ആയത്താണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് ഒന്നുകിൽ 12 വരെയുള്ള ആയത്തുകൾ എടുക്കും. നമ്മുടെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ബാക്കി വരികയാണെങ്കിൽ മാത്രം ആ 13ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കും. അല്ലാഹു തആല നമ്മൾ ഓതുന്നതും പഠിക്കുന്നതും എല്ലാം സൽക്കർമ്മമായി കൊണ്ട് അവൻ സ്വീകരിക്കുമാറാകട്ടെ. ആദ്യത്തെ ആയത്ത് അഥവാ 10ാമത്തെ ആയത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇന്നല്ലദീന കഫറൂ ലാ തുഗ്നിയ അൻഹും, നിങ്ങൾ കൂടെ ഓതിക്കട്ടോ. ഇന്നല്ലദീന കഫറൂ ലാ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ വഉലൈക ഹും വഖൂദുൻ നാർ. എവിടെ കുറേ നീട്ടിയത് ഓർമ്മിക്കുന്നില്ലേ അല്ലേ? അവിടെ ഓതുമ്പോൾ ഇന്നല്ലദീന എപ്പോഴും പറഞ്ഞതാണ്, നൂനിന് ശബ്ദ് കണ്ടാൽ മീമിന് ശബ്ദ് കണ്ടാൽ എവിടെ എന്ത് ചെയ്യുക? മണിക്കുക. അവിടെ പിന്നെ വേറൊരു നിയമം വരാനില്ല. ഇന്നല്ലദീന കഫർ അടിച്ചു പോകരുത്. ഇന്നല്ലദീന കഫറു. പിന്നെ ഓതുന്ന ശ്രദ്ധിച്ചോ, ലൻ എന്നല്ല, ലാ തുഗ്നിയ. അത് കഴിഞ്ഞിട്ടോ അൻഹും, അൻഹും എന്നല്ല, അവിടെ നൂന് ശരിക്കും വെളിവാക്കണം. അൻഹും. ഇന്നല്ലദീന കഫറൂ ലാ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ വഉലൈക ഹും വഖൂദുൻ നാർ. അർത്ഥം, ഇന്നല്ലദീന കഫറു, ഇന്ന തീർച്ചയായും, അല്ലദീന കഫറു നിഷേധികളായ ആളുകൾ, കാഫിർ, കഫറ, കാഫിർ, ഇതൊക്കെ നമ്മൾ സാങ്കേതികമായി അറബിയായിട്ട് തന്നെ കേൾക്കുന്ന പദങ്ങളല്ലേ. നമ്മൾ ഒറ്റയടിക്ക് അവൻ കാഫിറാന്നറിയാം. എന്താ കാഫിർ എന്ന് പറഞ്ഞ അർത്ഥം? നിഷേധി. പല അർത്ഥവും കഫറ പറയില്ലേ, പിന്നെ മറച്ചു വെക്കുക എന്നുള്ള അർത്ഥമുണ്ട്, കൃഷി ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ, പലതും പറയും. ഇന്നല്ലദീന കഫറു തീർച്ചയായും നിഷേധികളായ ആളുകൾ അഥവാ അവിശ്വാസികൾ. ലാ തുഗ്നിയ, ലൻ തുഗ്നിയ ഉപകരിക്കൂല. ഈ ലൻ എന്നതിൻ്റെ പ്രയോഗത്തിൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും, ഇനി ഒരു കാലത്തും. ഇപ്പോൾ അറബിയിൽ പിന്നെ കോളേജുകളിലും മദ്രസയിലൊക്കെ പഠിപ്പിക്കും ഉദാഹരണം പറയും, ലൻ അക്ദിബ അബദൻ, ലൻ അക്ദിബ്, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യൂല, ഇനി കളവ് പറയൂല. ലൻ തുഗ്നിയ ഒരിക്കലും അവർക്ക് ഉപകരിക്കുകയില്ല. അൻഹും അവർക്ക്. ഇപ്പോൾ ഒരിക്കലും അവിശ്വാസികൾക്ക് ഉപകരിക്കുകയില്ല. അംവാലുഹും, അംവാൽ സമ്പത്തുക്കൾ അല്ലേ, അത് ഏത് നിലക്കുള്ള സമ്പത്തുക്കളാകാം. അംവാലുഹും അവരുടെ സ്വത്തുക്കൾ അഥവാ അവരുടെ സമ്പത്തുക്കൾ അവർക്ക് ഒരിക്കലും ഉപകരിക്കുകയില്ല. വലാ ഔലാദുഹും അവരുടെ സന്താനങ്ങളും ഉപകരിക്കൂല. ഉപകരിക്കൂലെന്ന് അവിടെ ഇല്ല, പക്ഷേ ആ ആശയം മുകളിൽ പറഞ്ഞല്ലോ. അവരുടെ സ്വത്തുക്കൾ അഥവാ സമ്പത്ത് ഉപകരിക്കുകയില്ല, അതേപോലെ തന്നെ അവരുടെ മക്കളും ഉപകരിക്കുകയില്ല. മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന് ഷൈഅൻ ഒന്നും. വ ഉലൈക അവരാകട്ടെ, ഹും അവരാകുന്നു, വഖൂദ് വിറക് അല്ലെ, ഇന്ധനം, അന്നാർ നരകത്തിൻ്റെ വിറകുകളാണ് അവർ. ഒന്നും കൂടെ അർത്ഥം ശ്രദ്ധിച്ചോ. ഇന്നല്ലദീന കഫറു തീർച്ചയായും നിഷേധികളായ ആളുകൾ, ലൻ തുഗ്നിയ അൻഹും അവർക്ക് ഒരിക്കലും ഉപകരിക്കുകയില്ല. അംവാലുഹും അവരുടെ സ്വത്തുക്കൾ. സ്വത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മനസ്സിൽ സ്വത്ത് എന്ന് പറയുമ്പോൾ ഓർമ്മ വരിക ഒരു കടമുറി അല്ലെങ്കിൽ കുറച്ച് പറമ്പ്, അതല്ല. എന്ത് ആടുമാട് ഒട്ടകങ്ങളാകട്ടെ, ഇനിയുള്ള കാശാകട്ടെ, നമുക്കറിയണ്ട മാല്
എന്ത് നിലക്കുള്ള സമ്പത്തും ഉപകരിക്കൂല. വല ഔലാദും അവരുടെ മക്കളും ഉപകരിക്കുകയില്ല. മിനല്ലാഹി ഷൈഅ അള്ളാഹുവിൽ നിന്ന് യാതൊന്നും ഉപകരിക്കൂല. വ ഉലായിക്ക അക്കൂട്ടർ ഹും അവരാണ് വഖൂദുന്നാർ അവർ നരകത്തിൻ്റെ വിറകുകളാണ്, അഥവാ നരകത്തിൻ്റെ ഇന്ധനങ്ങളാണ്. നരകത്തിൻ്റെ ഇന്ധനമാണ് മനുഷ്യനും അതേപോലെ തന്നെ കല്ലുകൾ അല്ലേ. ഈ ആയത്തിൽ അള്ളാഹ് കഴിഞ്ഞ ആയത്തുകൾ ഒരു പ്രാർത്ഥന അടക്കം പഠിച്ചതാണ്. ആ പ്രാർത്ഥന ഞാൻ ഇതിൻ്റെ വിശദീകരണം അവിടുന്ന് അങ്ങോട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. 2 പ്രാർത്ഥന നിങ്ങളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് അന്ന് പറഞ്ഞത് ഫസ്റ്റെങ്കിലും അപ്പം തന്നെ പറഞ്ഞു അടുത്ത ക്ലാസ് മുതൽ ചൊല്ലേണ്ട അന്ന് മുതൽ തന്നെ എന്ത് ചെയ്തോ ചൊല്ലിക്കോ. ആ പ്രാർത്ഥനയുടെ ബാക്കിയായിട്ടാണ് പറയുന്നത്. ആ കഴിഞ്ഞ ക്ലാസ് പഠിച്ച പ്രാർത്ഥനയുടെ ആദ്യം റബ്ബന ലാ തുസി ഖുലൂബന അല്ലേ ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അവിടുന്ന് അങ്ങോട്ടാണ് എൻ്റെ വിശദീകരണം തുടങ്ങുന്നത്. പടച്ചോനെ ഹിദായത്ത് തന്നതിൻ്റെ ശേഷം കൽബിനെ എന്ത് ചെയ്യല്ലേ, തെറ്റിക്കല്ലേ. പിന്നെന്താ പറയുന്നത്, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ കാരുണ്യം താ ഇന്നക അൻതൽ വഹാബ്, നീയാണ് എല്ലാം തരുന്നവന്. പിന്നെ നീയാണ് പരലോകത്തേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് കൂട്ടുന്നത്. നീ വാഗ്ദത്തം എന്ത് ചെയ്യൂല, ലംഘിക്കൂല. എന്നിട്ട് ഇവിടെ പറയാണ് കാഫിര്യങ്ങൾക്ക് മക്കളോ സ്വത്തോ ഒന്നും ഉപകരിക്കൂല. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാർത്ഥന അതിൻ്റെ തുടർച്ചയാണിത്. പടച്ചോനെ എന്നെ ഹിദായത്ത് തന്നതിന് ശേഷം തെറ്റിക്കല്ലേ. 2-3 രീതിയിലാണ് പ്രാർത്ഥന. ഒരു മനുഷ്യൻ പടച്ചോനോട് ചെയ്യുന്ന ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്താ, അവൻ്റെ നിസ്കാരം. പ്രാർത്ഥനയാണ് അതിലേറ്റവും അടിസ്ഥാനം. എന്താണ് നിസ്കാരം അല്ലേ. ആ നിസ്കാരത്തിൽ തന്നെ സുജൂദിൽ ഏറ്റവും അള്ളാഹിനോട് കൂടെ അടുക്കുന്ന ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ആ നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ആദ്യമായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അതാണ് പ്രാർത്ഥന അല്ലേ. പഠിച്ചോനെ നീ എനിക്ക് ഹിദായത്ത് താ. എല്ലാ നിസ്കാരത്തിലും നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്, ഹിദായത്ത് താ, എനിക്ക് ഹിദായത്ത് താ റബ്ബേ. ആലി ഇമ്രാനും പ്രാർത്ഥിക്കുന്നതോ രണ്ടാമത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, തന്ന ഹിദായത്തിൻ്റെ എനിക്ക് ഹിദായത്ത് തന്നതിൻ്റെ ശേഷം നീ എന്ത് ചെയ്യല്ലേ, എൻ്റെ കൽബിനെ തെറ്റിക്കൽ. ഇത് രണ്ടും നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമാണ്. ഒരു വേള നമ്മൾ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഹിദായത്ത് താ റബ്ബേ, സുബൈക്ക് പ്രാർത്ഥിക്കുന്നു, ളുഹൂർ ആകുമ്പോഴത്തേക്ക് നമ്മൾ തെറ്റിപ്പോകുമോ, അപ്പോഴും പ്രാർത്ഥിപ്പിക്കുന്നു, അസറിന് പ്രാർത്ഥിപ്പിക്കുന്നു, സുന്നത്തിലും ഫറലും ഒക്കെ പ്രാർത്ഥിപ്പിക്കുന്നു. രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പഠിച്ചവനെ തന്ന ഹിദായത്ത് നീ നഷ്ടപ്പെടുത്തില്ല. രണ്ടും ഗൗരവമാണ്. ഹിദായത്ത് കിട്ടണം, അതിനേക്കാൾ ഗൗരവമാണ് കിട്ടിയ ഹിദായത്ത് എന്ത് ചെയ്യുക അല്ലേ, അത് സ്ഥായിയായിട്ട് ഇവിടെ നിൽക്കുക, നഷ്ടപ്പെട്ടു പോകാതിരിക്കുക. ഇതും പ്രാർത്ഥിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്ന് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, അതേപോലെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബെ എൻ്റെ കൽബിനെ നിൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്തണേ അല്ലേ. അള്ളാഹിൻ്റെ 2 വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയം. അള്ളാഹ് ചലിപ്പിക്കുമ്പോൾ ഹൃദയങ്ങൾ എന്ത് ചെയ്യും, മാറി മറിയും. ഇപ്പം ചിന്തിക്കുന്നല്ല പിന്നെ ചിന്തിക്കുക, ഇപ്പം കിട്ടുന്ന ഭക്തിയല്ല പിന്നെ ഉണ്ടാകുക. 2 ദിവസം ഭയങ്കര ഭക്തി, പിന്നെ ഫുൾ പോയി. റമദാൻ ഫുൾ നന്നായി, ശവ്വാൽ ഒന്നോടുകൂടി പണ്ടത്തെ പോലെയായി. ഇതുകൊണ്ട് അള്ളാഹ് നമ്മൾ ഇതിങ്ങനെ പ്രാർത്ഥിക്കുക. ആ നിലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ആ മനുഷ്യന് ബോധ്യമാകും ഈ ഹിദായത്തെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അവൻ്റെ പേരാണെന്ത്, കാഫിർ. നമ്മൾ കാഫിർ നോക്കുമ്പോൾ ഹിന്ദു കാഫിറാണ്, ക്രിസ്ത്യാനി കാഫിറാണ്, മറ്റേ കാദിയാനും ചിലപ്പോൾ കാഫിർ തന്നെയാണെന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ മുസ്ലിം തന്നെ. ഇത് നമ്മളിടുന്ന പേരാ. അള്ളാഹ് കാഫിർ എന്നാരെയാണ് വിളിച്ചത്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരായത്തിനോ ഒരു ഹദീസിനോ എതിര്, അഥവാ അതിൽ എനിക്ക് വിശ്വാസം പൂർണ്ണമായിട്ടില്ല, വിശ്വാസം പൂർത്തിയാകുന്നില്ല, എൻ്റെ പേരെന്താ, കാഫിർ തന്നെയാണ്. ആര്യ അള്ളാഹു തആല ആദ്യകാലത്ത് കാഫിർ എന്ന് വിളിച്ചത് വേറെ ഹിന്ദുക്കളില്ലാത്ത കാലത്തുള്ള കാഫിർ എന്ന് വിളിച്ചില്ലേ, ക്രിസ്ത്യാനികളില്ലാത്ത കാലത്തുള്ള നൂഹ് നബീൻ്റെ കാലം തൊട്ട് കാഫിർ എന്ന് പറയാൻ തുടങ്ങിയിട്ടില്ല. അള്ളാഹിൻ്റെ ഖുർആനിലെ ചരിത്രം പറയുമ്പോൾ അന്ന് ഹിന്ദു ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ആരുമില്ല. എവിടുന്നാണ് കാഫിറായി പോകുക, ഇസ്ലാമിൽ നിന്ന്. പടച്ചോനൊരു ആയത്തോ ഹദീസോ നമുക്ക് നിഷേധിക്കാവുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ കാഫിർ എന്ന നമ്മുടെയും പേര്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരല്ല മുസ്ലിങ്ങളല്ല അള്ളാഹിൻ്റെ കണക്കിൽ അല്ലേ. മുസ്ലിമായി ജീവിക്കുന്നത് മുസ്ലിം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നെ ദിയാനയിൽ പിന്നെ ഇസ്ലാം എന്ന് എഴുതുന്നവരൊന്നും അള്ളാഹിൻ്റെ കണക്കിൽ മുസ്ലിങ്ങളല്ല. നേരെ മറിച്ച് പടച്ചോൻ്റെ ആയത്തുകളും ഹദീസുകൾക്കും വിരുദ്ധമായി അത് അഹങ്കരിച്ച് കിബിർ നടിച്ച് സ്വീകരിക്കാത്ത ആളുകളൊക്കെ പടച്ചോൻ അവരെ വിളിക്കുന്ന പേരാണെന്ത്, കാഫിർ. അതുകൊണ്ട്
ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത്. ആ രണ്ട് പ്രാർത്ഥന അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. ഒന്ന് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി താ, അഥവാ ഹിദായത്ത് താ. അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കണം, നമുക്ക് അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ് എന്ത്, നമ്മൾ എന്താക്കി എന്നുള്ളത് ഹിദായത്തിൻ്റെ വഴിയിലാക്കി, മുസ്ലിമാക്കി. ഇനി നമ്മൾക്കെന്താ രണ്ടാമത്തെ പ്രാർത്ഥന, തന്ന ഹിദായത്തിനെ പഠിച്ചോനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നിലനിർത്തണം. റബ്ബന ലാ തുസി ഖുലൂബന ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നു, ഇതിന് ശേഷം ഇനി എന്ത് ചെയ്യല്ലേ, ഇത് നഷ്ടപ്പെടുത്തല്ലേ. ഇന്നക അന്തൽ വഹാബ്, അല്ലാഹ് മാത്ര വഹാബ്. എന്താ വഹാബിൻ്റെ അർത്ഥം? എല്ലാം കയ്യും കണക്കെ കൊടുക്കുന്നു അല്ലേ. സുലൈമാൻ നബിൻ്റെ പ്രാർത്ഥന ഇത് കാണാം, എന്തും കൊടുക്കുമല്ല, ചോദിച്ചത് മുഴുവനും കൊടുക്കുമല്ല. ചോദിച്ചത് മാത്രമല്ല കൊടുക്കും, അതിൻ്റെ എക്സ്ട്രാ കൊടുക്കും അല്ലേ. കുട്ടീനെ കൊടുത്തു, എന്താ കുട്ടിക്ക് മറിയം എന്ന പേര് എവിടെ നിന്നിട്ട പേരാ? ആകാശത്ത് നിന്നിട്ട പേരാ അല്ലേ. കുട്ടീനെയാണ് ചോദിച്ചത്, കൊടുത്തത് എങ്ങനെയാണ്? കുട്ടിക്ക് പേരടക്കം കൊടുത്തു. ഇതാണ് അള്ളാഹ്. ആ അള്ളാഹിനോട് നമ്മൾക്ക് തന്ന ഹിദായത്ത് നഷ്ടപ്പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഗൗരവം എന്താ? അങ്ങനെയെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ആ മനുഷ്യരാണ് കാഫിറാകുന്നത്. അങ്ങനെ ഒരാൾ കാഫിറായിപ്പോയാൽ ഇന്നല്ലദീന കഫറു ലൻ തുഗ്നി അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് ഒന്നും ഉപകരിക്കൂല, ഒരു ഷൈഇ പോലും. ഏതൊക്കെ വിഷയത്തിൽ, സ്വത്തുക്കളുണ്ടായിക്കട്ടെ, മക്കളൊക്കെ ഉണ്ടാകട്ടെ, ഒരു ഉപകാരവും കിട്ടൂല കാഫിര്യങ്ങൾക്ക്. ദുനിയാവിൽ നമ്മൾക്ക് ഒരുപാട് ആളുകൾ പണം കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ടല്ലേ. ഇവിടെ നമ്മൾ തന്നെ പറയും, എന്ത് പറഞ്ഞിട്ടെന്താ മൗലവി, കാശില്ലാതെ ഇവിടെ നടക്കൂല അല്ലേ, എല്ലാത്തിനും കാശ് വേണം നമ്മൾ പറയില്ലേ. ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷേ ആ പണം ഒരു കാഫിറായ മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഉപകാരത്തിനും എന്താകൂല, കാരണമാകൂല. ഒരാൾക്ക് കുറേ പണം കൊടുത്തത് കൊണ്ട് അള്ളാഹു തആല അവനെ ആദരിച്ചു എന്നതല്ല അതിൻ്റെ തെളിവ്. ഒരാൾക്ക് കാശൊന്നും കൊടുത്തില്ല, അവനെ അള്ളാഹ് അനാദരിച്ചു എന്നല്ല തെളിവ്. ഇനി ഒരാൾക്ക് അള്ളാഹ് കാശ് കൊടുത്തുകൊണ്ട് അവനെ അള്ളാഹ് ഫുൾ ശിക്ഷ മാത്രം എന്നുമല്ല, മറിച്ചോ ഇതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരുണ്ടാകും, അതേപോലെ തന്നെ പരാജയപ്പെടുത്തുന്നവരുണ്ടാകും. പണം കൊണ്ട് ഒരാളെ അള്ളാഹ് ആദരിച്ചു അനാദരിച്ചു നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അത് പറയരുത്. മാത്രമല്ല, ഒരു കാഫിറായ ഒരു മനുഷ്യർക്കും ഈ പണം കൊണ്ട് അള്ളാഹിൻ്റെ അടുക്കൽ എന്തെങ്കിലും ഉപകാരം ദുനിയാവിൽ കിട്ടുമെന്നല്ലാതെ പരലോകത്തൊന്നും കിട്ടൂല. പരലോകത്ത് ഉമ്മ മക്കളെ കൊണ്ട് പറയും അല്ലേ, ഈ മക്കളെ നരകത്തിലിട്ടിട്ട് എന്നെ സ്വർഗത്തിലാക്കിത്താ. ബാപ്പ പറയും, മക്കൾ പറയും, എനിക്ക് പകരം ലോകത്തുള്ള എല്ലാവരെയും നരകത്തിലിട്ടോ, പക്ഷേ പഠിച്ചോനെ എന്ത് ചെയ്യണേ, എന്നെ സ്വർഗത്തിലാക്കണേ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നില്ല, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബിൻ്റെ പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയാണത്. റബ്ബി, എൻ്റെ റബ്ബേ, ലാ തുഖ്സിനി, എന്നെ നീ അപമാനിക്കല്ലേ, എന്നെ നീ വഷളാക്കല്ലേ. റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഖിയാമത്ത് നാളിൽ ആളുകളൊക്കെ പുനർജീവിപ്പിക്കപ്പെടുന്ന ആ ദിവസം നീ എന്നെ എന്ത് ചെയ്യല്ലേ, അപമാനിക്കല്ലേ. അഥവാ ദുനിയാവിൽ നമ്മൾക്ക് ഒരു വഷളത്തരം ഭയങ്കര കുറവാണ് അല്ലേ. നമ്മളൊരാൾ 4 ആളെ മുമ്പിൽ വെച്ച് വഷളാക്കിയാൽ സഹിക്കാൻ പറ്റുമോ? പക്ഷെ അള്ളാഹ് പരലോകത്ത് വഷളാക്കുന്നൊരു വഷളത്തരുണ്ട്. ഇബ്രാഹിം നബിയാ പ്രാർത്ഥിക്കുന്നത്, എന്നെ അങ്ങനെ ചെയ്യല്ലേ. ആരെങ്കിലും പ്രാർത്ഥിച്ചവരുണ്ടോ? ഒന്ന് കൈവക്കാൻ ഈ ഒരു പ്രാർത്ഥന, എന്നെ പരലോകത്ത് വഷളാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കൈവക്കാൻ ആരുമില്ലേ? പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥന പഠിച്ചില്ലേ? അറബി തന്നെ വേണമെന്നില്ല, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, മലയാളത്തിൽ പ്രാർത്ഥിക്കുക. ഇനി ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്, അത് അറബിയിൽ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഖൈറ് വേറെയാ. റബ്ബി ലാ തുഖ്സിനി, പഠിച്ചോനെ നീ അപമാനിക്കല്ലേ. ഏത് ദിവസം അപമാനിക്കാതിരിക്കാൻ പറയുന്നത്? പരലോകത്ത് വെച്ച് തന്നെ നീ അപമാനിക്കല്ലേ. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? യൗമ, ഒരു ദിവസമാണത്. ലാ യൻഫഉ, ഒരു ഉപകാരവും ചെയ്യൂല. മാലുൻ വലാ ബനൂൻ, പണമോ മക്കളോ ഒരു ഉപകാരം ചെയ്യാത്ത ദിവസമായിരിക്കും ഏത്? പരലോകത്ത്. ഒരു ഉപകാരം ചെയ്യൂല, ഒന്നും സമ്പാദിക്കാനും കഴിയൂല. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? അള്ളാഹ് പറഞ്ഞില്ലേ, വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ അല്ലേ. ആ ദിവസം നിങ്ങൾ ചെയ്ത എല്ലാത്തിനും പരിപൂർണമായി പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണത്. ആ ദിവസത്തെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്
വഹും ലാ യുളമൂൻ. ഖുർആൻ ഇറങ്ങിയ അവസാനത്തെ ആയത്തതാണ്. ഖുർആൻ ഇറങ്ങിയ അവസാനത്തെ ആയത്താണ് ഈ സൂറത്തുൽ ബഖറയിലാണ് ഈ ആയത്തുള്ളത്. വത്തഖു യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കാണ്. തുർജഊന ഫിഹി ഇലല്ലാഹ്, എല്ലാവരും അള്ളാഹിലേക്ക് അന്ന് മടക്കപ്പെടും. സുമ്മ തുവഫ കുലു നഫ്സിൻ മാ കസബത്, ഓരോരുത്തരും എന്തൊക്കെയാണോ സമ്പാദിച്ചത് പരിപൂർണമായിട്ട് അതിൻ്റെ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ദിവസമാണത്. ഒരാളും ഒരു തരിമ്പ് പോലും ആക്രമിക്കപ്പെടുകയുമില്ല. എന്ത് ചെയ്തോ അത് പരലോകത്ത് കിട്ടും. മക്കളെ കൊണ്ട് രക്ഷപ്പെടൂല, പണം കൊണ്ട് രക്ഷപ്പെടൂല, ആരും രക്ഷപ്പെടൂല. അവരവർ അല്ലേ, ലിക്കുല്ലിംറിഇം മിൻഹും യൗമ ഇദിൻ ശഅ്നുൻ യുഗ്നീഹ്, ഓരോരുത്തർക്കും ആരും ആരെ നോക്കാനും നേരം ഉണ്ടാകൂല. ഓരോരുത്തർക്ക് എന്താണ്, ഓരോരുത്തൻ്റെ തിരക്ക. എൻ്റെ നഫ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എന്നാലോ ഇവിടെ എത്ര ആളുകൾ പണം കൊണ്ട് പല കേസുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ പ്രതിയാകേണ്ടടുത്ത് പൈസ കൊടുത്താൽ വേറെ ആൾ പ്രതിയാകും. അതേപോലെ തന്നെ അവന് വേറെ എന്തെങ്കിലും വഷളത്തരം ഉണ്ടാകുന്ന സ്ഥലത്ത് ഇവൻ്റെ കൂടെയുള്ള കുറേ മക്കളുണ്ട്, ഇവൻ്റെ തടിമാടന്മാരായ വിദ്യാഭ്യാസമുള്ള അതല്ലെങ്കിൽ കഴിവുള്ള മക്കളെ കൊണ്ട് രക്ഷപ്പെടാറുണ്ട്. ഇതൊക്കെ എവിടെയാണ്? ദുനിയാവിൽ. എന്നാൽ മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിലും മക്കളെ കൊണ്ട് ഉപകാരം കിട്ടും, പരലോകത്തും മക്കളെ കൊണ്ട് ഉപകാരം കിട്ടും. ഏത് രീതിയിലാണ്? നമ്മളൊക്കെ അത് മനസ്സിലാക്കണം. നമ്മുടെ മക്കൾ നല്ലപോലെ ഖുർആൻ ഓതുന്ന മക്കളാണ്, ഇനി പഠിക്കുന്ന മക്കളാണ്. നമ്മുടെ മക്കളെ നമ്മൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ മക്കൾ ദുനിയാവെന്ന് ഖുർആൻ അലിഫ് എന്നോതുമ്പോഴും രക്ഷിതാക്കൾക്ക് എന്ത് കിട്ടും? 10 കൂലി കിട്ടും. ഇനി നമ്മൾ മരിച്ചു എന്ന് കൂട്ടിക്കോ, ഖബറിലെത്തിയാൽ നമ്മൾക്ക് ഈ കൂലി കിട്ടും. ഖിയാമത്ത് നാൾ വരെ കൂലി കിട്ടും. ഇനി ഖിയാമത്ത് നാളിൽ മഹ്ശറിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹ് പ്രത്യേകം വസ്ത്രം ധരിപ്പിക്കുകയാണ്. ആരെ? രക്ഷിതാക്കളെ. എന്താണ് രക്ഷിതാക്കളെ ചെയ്ത നന്മ? മക്കളെ ഖുർആൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കുന്നു. എന്തിനാന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ദുനിയാവിലും ഈ മക്കളെ കൊണ്ട് എന്ത് കിട്ടി? ഉപകാരം കിട്ടിയിട്ടുണ്ടാകും. പരലോകത്തും എന്തു ചെയ്യും? ഉപകാരം കിട്ടും. നമ്മൾ ഓരോ ഇത് കേൾക്കുന്ന ഉമ്മമാരും ശ്രദ്ധിച്ചോ, ഉപ്പമാരും ശ്രദ്ധിച്ചോ, എൻ്റെ മോനെ കൊണ്ടോ എൻ്റെ മോളെ കൊണ്ടോ എനിക്ക് ദുനിയാവിലോ പരലോകത്തോ ഉപകാരം കിട്ടിയിട്ടുണ്ടോ? ഒരു രക്ഷിതാവും അത് പറയുന്നത് പലപ്പോഴും, ഒരു രക്ഷിതാവ് എന്ന് പറയുന്നത് ഭൂരിഭാഗവും അത് പറയുന്നത് കേൾക്കുന്നില്ല. ഇവിടെ ഗൾഫിലൊക്കെ വന്ന് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളെ പ്രതീക്ഷ എന്താ? അൽഹംദുലില്ലാ, ഓനൊരു ജോലിക്ക് ഞാൻ കയറ്റി, അയാളെ കഴിഞ്ഞ്. മോളെ കെട്ടിച്ച് ഒരു പുതിയാപ്പിളിൻ്റെ അടുത്ത് ഞാൻ ഏൽപ്പിച്ച് കഴിഞ്ഞ്, ഇയാളെ കഴിഞ്ഞു. പക്ഷെ അള്ളാഹിൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞിട്ടില്ല. നമ്മൾ പരലോകത്ത് വരെ, നമ്മൾ ഖബറിനടിയിലെത്തിയാലും ഈ മക്കളെ കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഉപകാരം കിട്ടണം. ഇനി അല്ല നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് കൂട്ടിക്കോ, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന മൊബൈൽ ഫോണില്ലേ, വീട്ടിൽ നാട്ടിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ചാനലില്ലേ, അതേപോലെ തന്നെ എന്തൊക്കെ സുഖങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടോ അതിലൂടെയൊക്കെ അവർ തെമ്മാടികളായി പോകുക ചെയ്യുന്നതെങ്കിൽ നാളെ പരലോകത്ത് ഇവർ പറയും, പഠിച്ചോനെ ഈ ഉമ്മ, ഈ ബാപ്പ ഞങ്ങളെ പിഴപ്പിച്ച ബാപ്പയാണ്, ഉമ്മയാണ്, അതുകൊണ്ട് ഞങ്ങളെ മുമ്പിലിട്ടതായി ഉമ്മാനെ. എന്തിനാ? ചവിട്ടി തേച്ച് കളയട്ടെ, അവരെ നശിപ്പിച്ച് കളയട്ടെ. ഇവരാണ് ഞങ്ങൾ എന്ത് ചെയ്തത്? പിഴപ്പിച്ചത്. അതുകൊണ്ട് ഇവർ അധമന്മാരായി പോകട്ടെ. തർക്കമായിരിക്കും, പരസ്പരം എല്ലാവരും തർക്കമായിരിക്കും. അള്ളാഹ് ആ തർക്കത്തിൽ ഇജാ പോനെ പിഴപ്പിച്ചല്ലേ, അല്ല ഇവനെ ഇജാലേ, അല്ല അതല്ല അങ്ങനെ പറയൂലേ. നിങ്ങൾ രണ്ടുപേരും ഇപ്പം തർക്കിക്കണ്ട, ആരും എന്ത് ചെയ്യണ്ട? തർക്കിക്കണ്ട, ഒന്നായിട്ട് നരകത്തിൽ പോയിക്കോ. പിഴപ്പിച്ച ശൈത്താൻ പറയും, ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ടൊന്നുമില്ല, ഞാൻ വിളിച്ചു നിങ്ങൾ വന്നു. അത്ര ശൈത്താൻ പറയുകയാണത്. ഞാനൊന്ന് വിളിച്ചു, നിങ്ങളെന്തിനാ വരാൻ വേണ്ടി പറഞ്ഞത്? അള്ളാഹിനോടും പറയും, ഞാനിവരെ പിഴപ്പിച്ചിട്ടൊന്നുമില്ല, ഞാനൊന്ന് പറഞ്ഞു, എൻ്റെ പിന്നാലെ ഇവരെ വന്നത്, ഇവരുടെ മനസ്സിൻ്റെ പിന്നാലെ പോയതാ. ശൈത്താനും കൈയൊഴിയും. അവസാനം ചെയ്ത പാപത്തിൻ്റെ ഭാരങ്ങളുമായിട്ട് നരകത്തിലേക്ക് എത്തിപ്പോകും. അതുകൊണ്ട് ഉപകാരം കിട്ടൂല മക്കളെ കൊണ്ട്. നമ്മൾക്ക് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കണം. എൻ്റെ മോനെ കൊണ്ടും എൻ്റെ സ്വത്തിനെ കൊണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യണം? ഉപകാരം കിട്ടണം. പലപ്പോഴും നമ്മുടെ പണം നമ്മൾക്ക് ഉപകാരമില്ല, നാട്ടുകാർക്ക് ഉപകാരമില്ല, അള്ളാൻ്റെ ദീനിനും ഉപകാരമില്ല. അതാണ് ഹക്ക്. അള്ളാഹ് നമ്മുടെ കയ്യിലേക്ക് തന്ന പണം ഇതൊരു പരീക്ഷണമാണ്. നീ ഇത് ഖൈറ് ചെയ്യുന്നുണ്ടോ, ഇതിനെക്കൊണ്ട് ഷെറ് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ നീ നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദികേട് കാണിക്കുന്നുണ്ടോ? ഓരോരുത്തരും ചിന്തിച്ചോ. എൻ്റെ കയ്യിൽ കിട്ടിയ കാശ്, ഇല്ലാത്ത ഒരു സമയം ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചതും അള്ളാഹിനോട് അടുത്തതും, ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയ പണം
കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ആളുകൾ. എല്ലാവരും സക്കാത്ത് കൊടുക്കണ്ട. ഒരു വർഷം അവൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര 590 ഗ്രാം വെള്ളിയുടെ ഒരു സമ്പാദ്യം അവൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ 2.5% ഒരാൾ സക്കാത്ത് കൊടുക്കണ്ടു. 1 ലക്ഷം എല്ലാ ചിലവും കഴിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ കയ്യിൽ അവൻ്റെ ബിസിനസ്, അവൻ്റെ എല്ലാ ഇടപാടുകളും, അവൻ്റെ ദൈനംദിന ചിലവും എല്ലാം കഴിച്ചിട്ട് 1 ലക്ഷം ഉറുപ്പ്യ ഇന്ത്യൻ രൂപ ഉണ്ടെങ്കിൽ അവൻ എത്ര ചിലവ് കൊടുക്കണ്ടു? 2500 ഉറുപ്പ്യ കൊടുക്കണ്ടു. ആകെ 2500 ഉറുപ്പ്യ അവൻ സക്കാത്ത് കൊടുക്കണ്ടു. അത് ഓൻ്റെതല്ല, അത് അവൻ കൊടുക്കുന്ന ഔദാര്യമല്ല, ആർക്കും. അത് അള്ളാഹ് നിശ്ചയിച്ച 8 വിഭാഗത്തിൻ്റെ ഹക്കാണത്. 1 ലക്ഷം ഉണ്ടെങ്കിൽ അവൻ എത്ര കൊടുക്കണ്ടു? 2000. അത് കൊടുക്കാത്ത ആളുകളുണ്ട്. അത് കഴുത്തിൽ മാലയായി ചാർത്തപ്പെടും പരലോകത്ത്. ആ പണം അവനിവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഉപകരിക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം അള്ളാഹ് ഓനിക്ക് കണക്കാക്കിയ പണം ഇവിടെ ഉപകരിക്കും. പരലോകത്ത് തീരെ ഈ പണം കൊണ്ട് അള്ളാഹിൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, രക്ഷപ്പെടാൻ പറ്റൂല. ഇതുപോലെ സദക്ക നൽകാത്ത ആളുകൾ, അതേപോലെ പാവപ്പെട്ടവനെ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ, അതുകൊണ്ട് ബന്ധം ചേർക്കാത്ത ആളുകൾ, അതേപോലെ തന്നെ മക്കളാകട്ടെ, ഈ നിലയിൽ ദുനിയാവിൽ പല രീതിയിലും ഉപകരിക്കപ്പെട്ട ഈ ആളുകളൊന്നും എന്ത് ചെയ്യൂല, പരലോകത്ത് ഇവർക്ക് ഒരു നിലക്കും ഉപകാരപ്പെടൂല. മാത്രമല്ല, ഇതിൻ്റെ വിശദീകരണമായിട്ട് എത്രയോ ആയത്തുകൾ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ കൊടുക്കുകയാണ്. ലാലിമീങ്ങളായ ആളുകൾ, അഥവാ ദുനിയാവിൽ നല്ലപോലെ ജീവിക്കാത്ത ആളുകൾ, അവർക്ക് പരലോകത്ത് പിന്നെ യൗമ ലാ യൻഫഉ ളാലിമീന മഅദിറതുഹും വലഹുമുൽ ലഅന. ഇവിടെ പലതും ചെയ്ത് ജീവിക്കുന്ന ആളുകളൊക്കെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഉദ്റ് പറയും. എല്ലാവരും ഉദ്റ് പറയും. വെറുതെ ഒരാൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖുർആൻ ക്ലാസ്സിന് വന്നില്ല എന്ന് കൂട്ടിക്കോ, എന്താണ് ഇത് വരാത്തതെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലേ? ഉദ്റ് പറയുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. പരലോകത്തെത്തിയിട്ട് പരലോകത്ത് പഠിച്ചവനോട് എന്ത് ചെയ്യും? ഉദ്റ് പറയാൻ നോക്കും. പക്ഷെ അള്ളാഹിനോട് കളവ് പറയാൻ നടക്കുമോ? ഇല്ല. ആ ഉദ്റ് ഉപകരിക്കൂല. അള്ളാഹ് പറയാം വലഹുമുൽ ലഅന, ശാപമുണ്ട് അവർക്ക്. വലഹും സൂ ഉദ്ദാർ, ഏറ്റവും മോശപ്പെട്ട വീടുമുണ്ട്. സൂറത്ത് ആഫിറിലെ 52-ാമത്തെ ആയത്താണ്. ലാലിം എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റി ജീവിക്കുക, അള്ളാഹ് പറഞ്ഞത് അനുസരിച്ചിട്ട് അല്ലാതെ വേറെ രീതിയിൽ ജീവിക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയാം വലാ തുഅ്ജിബുക അംവാലുഹും വ ഔലാദുഹും. നബിയെ, ഈ കാഫിരീങ്ങളുടെയൊന്നും സ്വത്തോ മക്കളെയോ കണ്ട് താങ്കൾക്കൊരു അത്ഭുതം തോന്നണ്ട. ഇന്നമാ യുരീദുല്ലാഹു അൻ യുഅദ്ദിബഹും ബിഹാ. ഇതുകൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിക്കാൻ നോക്കുക. നമ്മൾ തന്നെ പറയും ഇഷ്ടംപോലെ സ്വത്ത് ക്രിസ്ത്യാനികളുടെ കയ്യിലാണ്, കാഫിരീങ്ങളുടെ കയ്യിലാണ്. അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, അത്ഭുതപ്പെടേണ്ട. ഈ സ്വത്ത് കൊണ്ട് അള്ളാഹ് അവരെന്ത് ചെയ്യാണ്, ശിക്ഷിക്കാൻ പോകുകയാണ്. മാത്രമല്ല, ദുനിയാവിൽ അള്ളാഹ് ഒരു വിലയും കൊടുത്തിട്ടില്ല എന്നതിൻ്റെ തെളിവുമാണത്. ഒരു ചത്ത ആടിൻ്റെ വില ദുനിയാവിനില്ല. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. എന്താണ് ആ സുന്നത്ത് നിസ്കാരത്തിൻ്റെ വില? എത്രയുണ്ട്? ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും വിലയുണ്ട്. ഏതിന്? 2 റക്അത്ത് സുന്നത്തിന്. അപ്പോൾ ഫർള് നിസ്കാരത്തിൻ്റെ വില എത്രയായിരിക്കും? ഒരു സുന്നത്തിൻ്റെ വില ഈ ദുനിയാവിനില്ല. ചത്ത ആടിൻ്റെ വിലയില്ല. കടലിലേക്ക് കൈമുക്കിയിട്ട് വിരൽ മുക്കിയിട്ട് അത് പുറത്തേക്ക് എടുത്താൽ ആ വിരൽ തുമ്പിൽ അള്ളിപ്പിടിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തുള്ളി അത്രയേ പടച്ചോൻ എന്തിന് വില കൊടുക്കുന്നുള്ളൂ? ദുനിയാവിന്, അല്ലേ? അതേപോലെ തന്നെ ഒരു കൊതുകിൻ്റെ ഒരു ചിറകിൻ്റെ അത്ര വില ഒരു ഈച്ചയുടെ ചിറകിൻ്റെ അത്ര വില അല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിന് കാഫിറിനൊരു തുള്ളി വെള്ളം അല്ല കൊടുക്കൂല. പക്ഷെ എന്താ കാഫിര്യങ്ങൾ സ്വത്തൊക്കെ ഉണ്ടാകുന്നത്, പണം ഉണ്ടാകുന്നത്? ഒരു ഈച്ചയുടെ ചിറകിൻ്റെ വില പോലും അള്ളാഹ് എന്തിട്ടില്ല, ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. നമ്മൾ പക്ഷേ ഈ ദുനിയാവിൽ ഒരാൾ വീടുണ്ടാക്കാനും അതേപോലെ തന്നെ സ്വത്തുണ്ടാക്കാനും മത്സരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവിടെ തന്നെ അയാൾ ജീവിക്കുക എന്ന് നമുക്ക് തോന്നിപ്പോവുക. അതുകൊണ്ട് ഇതൊന്നും കണ്ട് ആരും പേടിക്കേണ്ട. കാഫിര്യങ്ങളെ കണ്ടിട്ട് നമ്മൾ ഖൈറ് ചെയ്യുക, നന്മ ചെയ്യുക, എങ്കിലേ നമ്മൾക്കുള്ള സമ്പാദ്യവും ആരുടെ അടുത്ത് ഉപകരിക്കൂ? അള്ളാഹുവിൻ്റെ അടുത്ത് ഉപകരിക്കുകയുള്ളൂ. നബിയെ, കാഫിര്യങ്ങൾ ഈ ദുനിയാവിൽ കളിക്കുന്ന ഈ കളികൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ഒരു പ്രയാസവും ഉണ്ടാകണ്ട, നിങ്ങളതിൽ വഞ്ചിതനായി പോകണ്ട. ഇത് മത്താഉൻ ഖലീൽ, ചെറിയൊരു വിഭവമാണ്. സുമ്മ മഅവാഹും ജഹന്നം വബിഇസൽ മിഹാദ്. നബിയെ, ഇത് സുമ്മ മഅവാഹും ജഹന്നം, പിന്നീട് അവർക്ക് പോകാനുള്ളത് എങ്ങോട്ടാണ്? അഭയകേന്ദ്രം നരക. ആ നരകാണ് അവർക്കുള്ളത്. അത് തന്നെയാണ് അള്ളാഹ് ഈ സൂറത്തിലും പറഞ്ഞത്. അള്ളാഹുവിങ്കിൽ നിന്ന് അവർക്കൊന്നും ഉപകരിക്കൂല. ഉലായിക്കഹും വഖൂദുന്നാർ, അവർ നരകത്തിൻ്റെ വിറകുകളാണ്.
ഉപകരിച്ചു. നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ മക്കളും മരിച്ചു പോകുമ്പോൾ പിന്നെ അബൂലഹബൊക്കെ പരിഹസിച്ചതാ അല്ലേ? ഇതാ നബീൻ്റെ ആൺകുട്ടികളൊക്കെ മരിച്ചു പോകുന്നു, ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ മരിക്കുക. അപ്പം എന്താ അബൂലഹബ് പരിഹസിച്ചത്? ഈ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം തകർന്നു, കാരണം ഇത് ഏറ്റെടുക്കാൻ ആരില്ല, പിൻഗാമികളില്ല. പരിഹസിച്ചു. അള്ളാഹ് മറുപടിയായിട്ട് സൂറത്തിറക്കി, ഇന്ന ഷാനി അക്ക ഹുവൽ അബ്തർ, ഇന്നായത്തോനക്കൽ കൗസർ എന്നുള്ള സൂറത്തിറക്കി. ഇന്ന ഷാനി അക്ക ഹുവൽ അബ്തർ, നിങ്ങളെ പരിഹസിക്കുന്നവനാണ് നബിയെ വാലറ്റവർ, അവർക്കാണ് പിൻഗാമികൾ ഉണ്ടാകാത്തവർ. അബൂലഹബ് വലിയ തടിച്ച മക്കളൊക്കെ ഉള്ള ആളാണ്, പക്ഷേ മരിച്ചു കണ്ടില്ലേ? അബൂലഹബ് മരിച്ചിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിച്ച് നശിപ്പിച്ചു എന്നൊക്കെ പറയുന്ന അബൂലഹബ് മരിച്ചിട്ട് ആ മൃതശരീരത്തിൽ നിന്ന് വന്ന ദുർഗന്ധം കൊണ്ട് ഒരാളും അതിനെ മറവ് ചെയ്യാൻ സന്നദ്ധമാകാതെ ഒരു വലിയ കമ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് കുത്തിയിട്ടാണ് കുഴിച്ച കുഴിയിലേക്ക് ആരുടെ ബോഡി തള്ളിയിട്ടത്? അബൂലഹബിൻ്റെ. ഒരു മലഞ്ചെരിവിൽ രോഗം പിടിച്ച് മരിക്കുകയാണ്. കുടുംബത്തിനും ഇതേപോലെ അല്ലേ, സിംഹം കടിച്ചൊരു മോൻ മരിക്കുന്നു. എന്ത് വലിയ പരീക്ഷണമാണ്! നബീനെ പരിഹസിച്ച അബൂജഹൽ ബദർ യുദ്ധത്തിൽ 2 കുട്ടികളുടെ കുന്തം കൊണ്ടുള്ള വെട്ടേറ്റ് കൊണ്ടാരും മരിക്കേണ്ടി വരുന്നു. ഇവരൊക്കെ വരുന്നു. ഇവർക്കൊന്നും ഒന്നും ഉപകാരപ്പെട്ടിട്ടില്ല. വലിയ മക്കളുള്ള ആളുകളാണ്. കിസ്റ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല രാജ്യങ്ങളിലേക്കും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് രാജാക്കന്മാർക്ക് കത്തയച്ചു. കിസ്റക്കും എന്ത് ചെയ്തു? കത്തയച്ചു. മുഹമ്മദാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, ഇസ്ലാമിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, വന്നാൽ താങ്കൾക്ക് ഖൈർ, ഇല്ലെങ്കിൽ താങ്കളുടെ രാജ്യത്തിൻ്റെ പ്രജകളുടെ കുഫിരിയത്തിൻ്റെ ഉത്തരവാദിത്വം പോലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഏറ്റെടുക്കേണ്ടി വരും. എല്ലാവരും റസൂലുള്ളാഹിൻ്റെ കത്ത് വായിച്ച് ആദരിച്ചു, ബഹുമാനിച്ചു, സമ്മാനങ്ങൾ കൊടുത്തയച്ചു, നല്ലപോലെ മറുപടി അയച്ചു. ഇയാളെന്താ ചെയ്തത്? കത്ത് കീറി വലിച്ച് വേസ്റ്റിലേക്ക് ഇട്ടു. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞപ്പോൾ മസ്സഖല്ലാഹു മുൽക്ക, പഠിച്ചോനെ ഓൻ്റെ ഭരണാധികാരത്വം അവൻ്റെ ആധിപത്യം എന്ത് ചെയ്യണമെന്ന് നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു, പിച്ച് ചീന്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിറ്റേന്ന് മുതലാണ് ആ രാജ്യത്ത് ആഭ്യന്തര കുഴപ്പം. സ്വന്തം മോൻ, ഇതുവരെ ഉപകരിച്ച മോൻ, ആ മോൻ തന്നെ ബാപ്പാൻ്റെ തലവെട്ടിയിട്ട് മോൻ ആരായി മാറുന്നു? അധികാരത്തിലേക്ക് എത്തുന്നു. ഇതാണ് കാഫിറിൻ്റെ ദുനിയാവിലെയും പരലോകത്തിലെയും സ്വത്തുക്കളെ കൊണ്ടും മക്കളെ കൊണ്ടുമുള്ള ഒരവസ്ഥ. ഇത് നമ്മൾ അബൂലഹബിൻ്റെയോ അബൂജഹലിൻ്റെയോ കഥ വായിച്ചിട്ട് ഇതൊക്കെ ഓരെപ്പറ്റി പറഞ്ഞ എന്നെപ്പറ്റി പറഞ്ഞ അല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. അള്ളാഹ് നമ്മളെയും പരീക്ഷിക്കും. അള്ളാഹ് തന്ന പണം നമ്മൾക്ക് ഉപകാരപ്പെടണം, അള്ളാഹ് തന്ന മക്കൾ നമ്മൾക്ക് ഉപകാരപ്പെടണം. ഇതൊരു പരീക്ഷണം തന്നെയാണ്. മക്കൾ പരീക്ഷണം തന്നെയാണ്, സ്വത്ത് പരീക്ഷണം തന്നെയാണ്. അള്ളാഹ് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. നമ്മുടെ പണം, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സ്വത്ത്, പണം, മക്കൾ ഇതൊരു പരീക്ഷണം തന്നെയാണ്. വറായത്ത് കാണാം, സത്യവിശ്വാസികളുടെ നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ദീനീ കാര്യത്തിന് പുറപ്പെടുമ്പോൾ പിടിച്ചു വെക്കുന്ന ഭാര്യ ശത്രുവാ അല്ലേ? ദീനീ കാര്യത്തിന് പോകുമ്പോൾ പിടിച്ചു വെക്കുന്ന അത് നമ്മുടെ സ്വത്തോ പണമോ മക്കളോ ആരോ ആകട്ടെ നമ്മുടെ ശത്രുവ. ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആറ്റി കൂട്ടി വായിക്കുക. നാളെയുടെ ലോകത്ത് നമ്മൾക്ക് അള്ളാൻ്റെ തന്ന പണം ഉപകരിക്കണം. അള്ളാഹു തആല ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയോ എന്നിട്ട് അള്ളാഹ് പറയാണ്, കദഅബി ആലി ഫിർഔൻ, കദഅബി സമ്പ്രദായം പോലെ, ആലി ഫിർഔന ഫിർഔനിൻ്റെ ആളുകളുടെ, വല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെയും. റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. കദഅബി ആലി ഫിർഔന, അത് ഓതുമ്പോൾ കദഅബി ആലി ഫിർഔന അല്ലേ? കദഅബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം. കദഅബി ആലി ഫിർഔൻ, ഫിർഔനിൻ്റെ ആളുകളുടെ സമ്പ്രദായം പോലെ, വല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പ് കഴിഞ്ഞ ആളുകളും. എന്താണ് അല്ലാഹു തആല പറഞ്ഞ കാര്യം? മക്കളോ സ്വത്തുക്കളോ ഉപകരിക്കാത്ത ഒരു ജനവിഭാഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുക. കാഫിര്യങ്ങൾക്കല്ല ഉപകരിക്കപ്പെടാത്തത്. അതിൻ്റെ ഉദാഹരണമാണ് അള്ളാഹ് ആരും എടുത്തു പറഞ്ഞത്? ഫിർഔനുണ്ട്. ഇനി ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, മുമ്പ് കഴിഞ്ഞ എല്ലാവരും ഉണ്ട്. നിങ്ങൾ പിന്നെ നൂഹ് നബിയുടെ കാലം തൊട്ട് തുടങ്ങിക്കോ. കാഫിര്യങ്ങൾക്ക് ഓരോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ്, ഒരു സമൂഹത്തിലേക്ക് ആദ്യമായിട്ട് അയക്കപ്പെട്ട പ്രവാചകനാരാ? നൂഹ് അല്ലേ?
ആദ്യമായിട്ട് സമൂഹത്തിലേക്ക് വന്നത് നൂഹ് നബിയാണ്. പിന്നെ ആ നാട്ടിൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, എല്ലാവരും വന്നില്ല. വന്ന ആളുകൾ കപ്പലിൽ കയറുന്നു. ആ കപ്പലിൽ കയറാത്ത ബാക്കി എല്ലാവരും എന്തായിപ്പോയി? നശിച്ചു പോയി. ഇപ്പം കപ്പലിൽ ആരെയുള്ളൂ? മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഉറപ്പല്ലേ? പിന്നീട് ലോകത്ത് കാഫിറും മുശ്രിക്കും ഒക്കെ ഉണ്ടായത് എവിടുന്നാ? ഈ കപ്പലിൻ്റെ ഉള്ളിൽപ്പെട്ട ആളുകളിൽ നിന്ന്, അഥവാ മുസ്ലിങ്ങളിൽപ്പെട്ട. അവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രം പറയുക, അവർ ലാലിമീങ്ങളും കാഫിരീങ്ങളുമായപ്പോഴാണ് അള്ളാഹ് അടുത്ത നബി അയക്കുന്നത്. അവർ വരുന്നു, സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു, കുറേ ആളുകൾ സ്വീകരിക്കുന്നു, കുറേ ആളുകൾ പിന്തിരിഞ്ഞ് നിൽക്കുന്നു. അപ്പോഴും അള്ളാഹിൻ്റെ ശിക്ഷ എന്ത് ചെയ്യും? വരും. അപ്പോഴും ഭൂമിയിൽ ആരാ ബാക്കിയുണ്ടാകൂ? മുസ്ലിങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവും. പിന്നീടും കാഫിർ ഉണ്ടാകുന്നത് എവിടെ നിന്ന് തന്നെയാണ്? ഇതിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കാഫിറുകൾ ഉണ്ടാകുന്നത്. ഈ ചരിത്രങ്ങൾ മുഴുവൻ പഠിച്ചാലും ഇവർക്കൊന്നും ഇത് പറഞ്ഞതുപോലെ സ്വത്തോ മക്കളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഉപകരിച്ചിട്ടില്ല. എത്ര വലിയ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പോയി. മദായിന് സാലി നമ്മൾ ജീവിക്കുന്ന നാട്ടിലാണ് അല്ലേ? ആ ഭാഗത്തേക്ക് ഇന്ന് ടൂറിസ്റ്റുകളായിട്ടാണ് പോകുന്നതെങ്കിലും ശിക്ഷ കിട്ടിയ ഭൂമിയിൽ അങ്ങനെ ആർത്തി ചിരിച്ചു പോകാൻ പാടില്ല. പക്ഷെ എന്താണ് തെളിവ് നൽകുന്ന, എന്താണ് നമ്മൾക്ക് നൽകുന്നൊരു പാടത് അല്ലേ? ഈ പാറകൾ വെട്ടി കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയ ഒരു സമൂഹത്തെ അള്ളാഹ് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. മഴ കൊണ്ട് അള്ളാഹ് നശിപ്പിച്ചു, കാറ്റ് കൊണ്ട് നശിപ്പിച്ചു. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ചെറിയ കാറ്റടിച്ച് കഴിഞ്ഞാൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിന് ഭയങ്കര പേടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും വീട്ടിൻ്റെ മുമ്പ് കൂടെ. ചോദിക്കും ആയിഷ ബി, എന്തിനാ നബി ഇങ്ങനെയൊക്കെ പേടിക്കുന്നത്? അപ്പോൾ റസൂൽ തന്നെ മറുപടി എന്താ? മുമ്പ് നശിപ്പിക്കപ്പെട്ട എല്ലാ സമൂഹത്തിനും അള്ളാഹ് ആദ്യം കൊടുത്തത് എന്തെന്നെയാണ്? ചെറിയ കാറ്റ്. ഈ ചെറിയ ഇളം തന്നെയാണ് കൊടുത്തത്. അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. എത്ര സമൂഹത്തിന് ഇതേപോലെ ഇത് ശിക്ഷ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഖാറൂനാകട്ടെ, പിന്നെ ഭൂമിയിൽപ്പെട്ട ഒരുപാട് സമൂഹങ്ങൾ, നമ്മളത് പറയേണ്ട ആവശ്യമില്ല. ഫിർഔനിൻ്റെ അടക്കം. ഞാൻ റബ്ബാണ് എന്ന് പറഞ്ഞവനാണ് ആര്? ഫിർഔന്. ഞാനൊന്ന് മൂസാ നബിയുടെ അള്ളാഹിനെ ഞാൻ എന്ത് ചെയ്യട്ടെ, ഒന്ന് എത്തി നോക്കട്ടെ. അത്ര വലിയ കിബർ കളിച്ച ഫിർഔൻ അല്ലേ? ആ ഫിർഔൻ വെള്ളത്തിൽ മുങ്ങി നശിക്കുകയാണ്. ഉപകരിച്ചോ? സ്വത്ത് ഉപകരിച്ചോ ആളുകളെ കൊണ്ട്? ഇല്ല. ഫിർഔൻ്റെ ആളുകൾക്കും മുമ്പ് കഴിഞ്ഞു പോയവർക്കൊക്കെ വന്നതുപോലെ കദ്ദബൂ ബി ആയാത്തിന, അവർ നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചു. കദ്ദബൂ, അവർ നിഷേധിച്ചു. ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ, വചനങ്ങളെ. ഫഅഖദഹുമുല്ലാഹു, അപ്പോൾ അവരെ അല്ലാഹു തആല പിടിച്ചു. ബിദുനൂബിഹിം, അവരുടെ പാപങ്ങളെ കൊണ്ട്. അവർ ചെയ്ത തെറ്റുകൾ കാരണത്താൽ അള്ളാഹ് അവരെന്ത് ചെയ്തു? പിടികൂടി. വല്ലാഹു, അള്ളയാകട്ടെ ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. പായത്തിൽ എന്താ പറഞ്ഞത്? കദഅബി ആലി ഫിർഔൻ, ഫിർഔനിൻ്റെ ആളുകളുടെ സമ്പ്രദായം പോലെ, അങ്ങനെ സംഭവിച്ചതുപോലെ. വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്കും. കദ്ദബൂ ബി ആയാത്തിന, നമ്മുടെ ആയത്തുകൾ അവർ നിഷേധിച്ചു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബി, അവരുടെ തെറ്റുകളെ കാരണത്താൽ അള്ളാഹ് അവരെ പിടികൂടി. വല്ലാഹു ഷദീദുൽ ഇഖാബ്, അള്ളാഹ് കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ്. അപ്പോൾ അവർക്കൊക്കെ അള്ളാഹ് ശിക്ഷ കൊടുക്കാൻ കാരണം എന്താണ്? ആയത്തുകളെ, വചനങ്ങളെ നിഷേധിച്ചു. അള്ളാഹിൻ്റെ ആയത്തുകളെ നിഷേധിച്ച ആൾ, തൊട്ട് മോള് പറഞ്ഞ ആരെ പറ്റിയായിരുന്നു പറഞ്ഞത്? കാഫിരിങ്ങളെപ്പറ്റി. വിശദീകരിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞ ആയത്തിനെ നിഷേധിക്കുന്ന, അള്ളാഹിൻ്റെ ആയത്ത് വഹീനെ നിഷേധിക്കുന്നവൻ ആരെന്നെയാണ് ഇസ്ലാമിൽ? കാഫിർ. ഇപ്പം ഏത് ഇസ്ലാമിൻ്റെ ഒരു നിയമവും അല്ലേ, തൊട്ട് മുമ്പ് ഈ ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ അബ്ദുൽ ഗഫൂർ സലഫീൻ്റെ CD പിന്നെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞില്ലേ, അള്ളാഹിൻ്റെ ഖുർആനിൽ നമ്മളോട് പറയേണ്ടാത്ത ഒന്നുമില്ല. ഈ മുഴുവൻ ആയത്തും ആരോട് പറയേണ്ട ആയത്ത് തന്നെയാണ്? എന്നോട്. ഇത് മുഴുവൻ ആര് സ്വീകരിക്കേണ്ട തന്നെയാണ്? ഞാൻ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ഒരു മനുഷ്യനിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നുമില്ല. അത് മുഴുവൻ ആർക്കുള്ളത് തന്നെയാണ്? നമ്മൾക്കുള്ളത് തന്നെയാണ്. ഒരു ഹദീസിനെയോ ഒരായത്തിനോ നിഷേധിച്ചാൽ ആരെന്നെയാണ്? അവൻ കാഫിർ തന്നെയാണ്. ഇവർക്ക് അള്ളാഹ് കൊടുക്കുകയാണ് ആയത്ത്, അഥവാ ദീനീ കാര്യങ്ങൾ നിഷേധിച്ച് തള്ളിയപ്പോൾ അള്ളാഹ് അവരെ പിടികൂടി. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ടേമിൽ നമ്മളെടുത്തത് പിന്നെ സൂറത്ത് മായിദയാണല്ലേ. അതിൻ്റെ മുമ്പിലോ അൻആം എടുത്തിട്ടുണ്ട്. ആ അൻആം എടുക്കുമ്പോൾ നമ്മളൊരു ആയത്ത് പറഞ്ഞിരുന്നു, അള്ളാഹ് ഒരു സമൂഹത്തെ ശിക്ഷിക്കുന്ന രീതി തോന്നിവാസങ്ങളായിട്ട്, അഥവാ ആയത്തും ഹദീസൊക്കെ കളവാക്കി ദീനിൻ്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്ത് ജീവിക്കുന്ന ഒരു വിഭാഗത്തിന് അള്ളാഹ് ശിക്ഷ കൊടുക്കുന്ന രൂപം എങ്ങനെയാണ്? തോന്നിവാസികളായി കഴിഞ്ഞാൽ അള്ളാഹ് ആദ്യം തന്നെ വലിയ ശിക്ഷ കൊടുക്കൂല. എന്താ കൊടുക്കുക? ചെറിയൊരു ശിക്ഷ കൊടുക്കും.
അവർ നന്നാകാൻ വേണ്ടിയിട്ട്. പക്ഷേ പലപ്പോഴും ആളുകളുടെ മനസ്സ് ഉറച്ചിട്ടാണ്, കടുകട്ടി മനസ്സാണ്, നന്നാകൂല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർക്ക് പിന്നെ ഒരുപാട് ബർക്കത്ത കൊടുക്കുക, പിന്നെ ഒരുപാട് സുഖം കൊടുക്കും. കേടായി ജീവിക്കുന്നൊരു മനുഷ്യൻ ആദ്യം ചെറിയൊരു ഷോക്ക് കൊടുക്കും നന്നാകാൻ വേണ്ടിയിട്ട്. നന്നാകുന്നില്ലെങ്കിൽ പിന്നെ അള്ളാൻ്റെ ശിക്ഷയുടെ ഒരു രീതിയാണെന്ത്, പിന്നെ കുറേ സുഖം കൊടുക്കും. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്നെ നല്ലോണം പരിഗണിക്കുന്നുണ്ട്, ഞാൻ ഉഷാർ തന്നെയാണ്, ഈ തെറ്റൊന്നും ചെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ. പിന്നെ ഉഷാറായിട്ട് തോന്നിയ ദിവസം ചെയ്യുമ്പോൾ പിന്നീട് എന്താ ചെയ്യുക, ഒരു പെട്ടെന്നൊരു പിടുത്ത, അത് നിരാശയായി പോകും. അതാ ഇന്ന് പലപ്പോഴും ലോകത്ത് സംഭവിക്കുകയും ചെയ്യുന്നത്. പല രീതിയിലും അത് ശിക്ഷിക്കും. അതിലൊരു രൂപമാണിത്. അപ്പോൾ നമ്മളും വിചാരിക്കേണ്ട, എനിക്ക് സ്വന്തം അറിയാം എൻ്റെ ജീവിത രീതി എങ്ങനെയാണ്. ചില പരീക്ഷണം, ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു അറ്റാക്ക് നോട്ട് രക്ഷപ്പെടൽ അല്ലേ, ഒരു ചെറിയ ഡോസ് കൊടുത്തതാ, ഒരു വലിയൊരു പനി, വീട്ടിൽ താരിക്കുന്ന ഒരു പനി, ഒരു ആക്സിഡൻറ്റ്, അള്ളാഹു തആല നമ്മുടെ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്ത് വന്നാലും ഇതൊരു ചെറിയ ഡോസാണ്. പക്ഷേ ആ മനുഷ്യൻ ചിലപ്പോൾ നന്നാകും, അതോടുകൂടി വേറെ ആളുകൾ ചിലപ്പോൾ എന്താ ചെയ്യുക, പിന്നെ വേണ്ടാത്ത രീതിയിൽ തന്നെ പോകും, പിന്നെ എനിക്ക് സുഖങ്ങളോട് കൊടുക്കും. പക്ഷെ അവസാനം അള്ളാൻ്റെ പിടുത്തം പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ആ നിലക്ക് ഉണ്ടാകരുത്. അള്ളാഹ് കഠിനമായിട്ട് എന്ത് ചെയ്യും, ശിക്ഷിക്കും. അതുകൊണ്ടൊരു ആയത്തിനെയോ ഹദീസിനെയോ നിഷേധിക്കുന്ന രൂപമോ അതേപോലെ തന്നെ ദീനിൻ്റെ ഒരു നിയമം നമ്മൾക്കിന്ന് ഉണ്ടാകരുത്. പാലിക്കുന്നതിൽ നിന്ന് ഒരു മടി നമ്മൾക്ക് ഉണ്ടാകരുത്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ പറയുക. കാരണം ഇത് പറയാൻ പ്രത്യേകിച്ച് നമ്മൾ ആയത്തിൽ നിന്ന് ഇത്തിരി വിട്ടിട്ട് പറയാണ്. പിന്നെ ഈ അടുത്തും ഒരു ഇസ്ലാമിക വാരികയിൽ കാണുകയാണ് പിന്നെ ഒരു ഹദീസ് നിഷേധത്തിൻ്റെ രൂപം. നമ്മളൊക്കെ വിചാരിക്കും ഏത് രീതിയിലാണ് മനുഷ്യൻ പിഴച്ചു പോകുന്നതെന്ന്. അറിവൊക്കെ ഉള്ളൊരു പണ്ഡിതൻ പറയാണ്, ഓരോ ഹദീസുകൾ കാണാം, നിങ്ങൾ സ്വഫ് നേരെയാക്കണം നിസ്കാരത്തിൽ അല്ലേ. എല്ലാം പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞു, 4 ഖലീഫമാരും പറഞ്ഞു, അത് പറയാൻ ആളെ ഏൽപ്പിച്ചു, നിസ്കാരത്തിൽ സ്വഫ് നേരെയാക്കണേ. എന്നിട്ട് എന്താ റസൂലുള്ളാഹി പറയൽ സഹാബികളോട്, അലാ തസുഫൂന കമാ തസുഫുൽ മലായിക ഇൻദ റബ്ബിയ, മലക്കുകൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ എന്താ നിങ്ങൾ പിന്നെ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കാത്തത്? എങ്ങനെയാ റസൂലവ കൈഫ തസുഫുൽ മലായിക ഇൻദ റബ്ബിയ, നബിയെ എങ്ങനെയാ മലക്കുകൾ അള്ളാഹിൻ്റെ മുമ്പിൽ സഫായിട്ട് നിൽക്കുക? അപ്പം നബി പഠിപ്പിച്ചു, യുത്തിമ്മൂന സുഫൂഫൽ അവ്വൽ വയതറാസൂന ബിയ, ആദ്യത്തെ സഫ് നേരെയാക്കും, സഫിൽ തിങ്ങി നിൽക്കും. ഇങ്ങനെയാ മലക്കുകൾ നിൽക്കുക. അപ്പം നമ്മളും എങ്ങനെയാണ് നിൽക്കേണ്ടത്? സഫിൽ തിങ്ങി നിൽക്കണം. പിന്നെ പറഞ്ഞു റസൂൽ നിസ്കരിക്കുന്നതിന് മുമ്പേ സഫ് നേരെയാക്കണേ, സഫുകൾക്കിടയിൽ എന്തുണ്ടാക്കരുത്, വെടമുണ്ടാക്കരുത്. അവിടെ ആര് കയറി നിൽക്കും? ഷെയ്ത്താൻ കയറി നിൽക്കും, നിങ്ങളെ ഖൽബിനെ ഭിന്നിപ്പിക്കും അല്ലേ. വേറെ ഹദീസിൽ കാണാം, നിങ്ങൾ സഫ് നേരെയാക്കണം, അത് നിസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. വേറെ ഹദീസിൽ കാണാം, ഒരാൾ പിന്നിലത്തെ സഫിൽ നിസ്കരിക്കുന്നു, മുമ്പിലത്തെ സഫിൽ വിടവുകൾ കാണുന്നു, ആ വിടവിലേക്ക് കയറിപ്പോയി സഫ് പൂർത്തിയാക്കുന്ന മനുഷ്യൻ്റെ കാലടിയാണ് ഏറ്റവും ഹൈറായ കാലടി. വേറെ ഹദീസിൽ കാണാം, ആരെങ്കിലും സഫ് ചേർത്താൽ അള്ളാഹ് അവനുമായി ചേർക്കും, സഫ് മുറിച്ചാൽ അള്ളാഹ് അവനുമായിട്ട് ബന്ധം മുറിക്കും. പക്ഷെ ഇപ്പോൾ ഒരു വാരിക കാണാണ്, ഇങ്ങനെ സഫ് അടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ അവിടെ ശൈത്താൻ കയറി നിൽക്കുമെന്ന് പറഞ്ഞില്ലേ. ഒരു മനുഷ്യൻ നിഷേധിക്കുന്ന, ഒരു മനുഷ്യൻ കുഫിരിയത്തിലേക്ക് എത്തുന്ന രീതിയാണെന്ത്, സഫുകൾക്കിടയിൽ അങ്ങനെ ഷെയ്ത്താൻ കയറി നിൽക്കുന്ന ഒരു അന്ധവിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ അടുത്ത് നിന്നാലും തലകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി നിൽക്കണ്ടേ? കൂട്ടി നിന്നാൽ അവിടെയും ഷെയ്ത്താൻ കയറി നിൽക്കൂലേ, ഇവിടെയും ഷെയ്ത്താൻ കയറി നിൽക്കൂലേ, പിന്നെ അതിന് വിരലുകൾക്കിടയിൽ കയറി നിൽക്കൂലേ? അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു, മുസ്ലിങ്ങൾ എന്താ ചെയ്യുക? സമഅന വഅതഅന, കേട്ടു അനുസരിച്ചു. പക്ഷെ ഒരാൾ പറയാണ് അത് ഒരു അന്ധവിശ്വാസമാണ്. കാരണം ആരുടെയും തലയും എന്ത് ചെയ്യില്ല, കൂടി നിൽക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും ആര് കയറി നിൽക്കൂലേ? ഷെയ്ത്താൻ കയറി നിൽക്കൂലേ? ഒരു ഹദീസിനെ നിഷേധിക്കുന്നതിൻ്റെ രൂപമാണത്. നമ്മൾക്കത് മനസ്സിലാകില്ല. നമ്മുടെ മലയാളത്തിൽ ഈ ഡിസംബർ മാസത്തിലിറങ്ങിയ ഒരു ഇസ്ലാമിക സംഘടന എന്ന പേരിൽ വെച്ചുകൊണ്ട് ഇറക്കുന്ന ഒരു വാരികയിൽ, വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു വാരികയിൽ കൊടുക്കുന്ന ഒന്നാണിത്. എത്ര ഗൗരവമാണിത് നോക്കിക്കോ. ഈ രീതിയിലാണ് ഇത്. ഒരു ഉദാഹരണം പറയാം. ഇനി അങ്ങനെ ഒരു പ്രത്യേക ടീം നിഷേധിക്കണമെന്നില്ല. നിങ്ങൾ എന്തൊക്കെ ദീനിൻ്റെ കാര്യങ്ങൾ പഠിച്ചോ, എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞോ, അള്ളാഹിൻ്റെ ശിക്ഷയ്ക്ക് നമ്മളും എന്താണ്, വിധേയരാണ് എന്നുകൂടി സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത ആയത്ത്, ഖുൽ ലില്ലദീന കഫറു, ഖുൽ പറയണം നബിയെ, ലില്ലദീന കഫറു നിഷേധികളോട് പറയണം, അഥവാ കാഫിരീങ്ങളോട് പറയണം.
സതുഗ്ലബൂന, നിങ്ങൾ അതിജയിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരോ ജയിക്കും. നിങ്ങൾ തോറ്റിട്ട് നിങ്ങളുടെ മേലെന്ത് ചെയ്യും? വേറെ ആരോ ജയിക്കും. വതുഹ്ശറൂന, നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇലാ ജഹന്നം, നരകത്തിലേക്ക്. വബിഇസൽ മിഹാദ്, വബിഇസ, എത്ര മോശമാണത്. അൽ മിഹാദ്, നിങ്ങൾക്ക് പോകാനിരിക്കുന്ന ആ വിധാനം, അഥവാ നിങ്ങൾ എത്തുന്ന ആ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥാനം ഉണ്ടല്ലോ, അത് എത്ര മോശമാണ്. ഖുൽ, പറയണം നബിയെ, ലില്ലദീന കഫറു, നിഷേധികളായ ആളുകളോട്, സതുഗ്ലബൂന, നിങ്ങൾ അതിജയിക്കപ്പെടും. വതുഹ്ശറൂന ഇലാ ജഹന്നം, നിങ്ങൾ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. വബിഇസൽ മിഹാദ്, അതെത്ര മോശപ്പെട്ട സ്ഥലമാണ്. ഇതൊരു സൂചന ഉണ്ട്. അത് മാത്രം പറയുകയാണ്. ഇന്ന് പിന്നെ കാഫിരീങ്ങളോട് നിങ്ങൾ തോൽക്കും, വേറെ ആരോ ജയിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരുന്നു ഞാൻ അടുത്ത ആയത്തും കൂടി ഓതിയത്. അടുത്ത ആയത്ത് ഒരു യുദ്ധ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ബദർ യുദ്ധം. അഥവാ മുസ്ലിങ്ങൾ തീരെ പിന്നെ കുറവുള്ളൊരു സമയത്ത്, ആ സമയത്ത് തന്നെയാണ് കാഫിര്യങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആയത്തിറങ്ങി, നിങ്ങൾ തോൽക്കും, സമീപത്ത് തന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? ജയിക്കുകയും ചെയ്യും. അത് ബദർ യുദ്ധത്തെക്കുറിച്ചായിരുന്നു സൂചിപ്പിച്ചത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. നമ്മൾക്കറിയാം ഭൂരിഭാഗമാരായിരുന്നു ബദറിൽ കാഫിറുകൾ, കുറഞ്ഞ പക്ഷമാണ് ആര്? മുസ്ലിങ്ങൾ. ജയിച്ചതാരാണ്? മുസ്ലിങ്ങൾ. അതിൻ്റെ സൂചന അത് ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. ഈ 3 ആയത്തുകളും കൂട്ടി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്കറിയാം, അള്ളാഹുവിൻ്റെ ആയത്തിനെ നിഷേധിച്ച ഒരു മനുഷ്യൻ, അഥവാ കുഫ്രിയത്തായി കാഫിറായി ജീവിച്ച ഒരു മനുഷ്യൻ, നമ്മളെ കണ്ണിൽ ഓൻ വലിയവനാണെന്ന് തോന്നിയാലും, ഓനിക്ക് കുറേ മുതലുണ്ടെങ്കിലും, ഓനിക്ക് കുറേ സ്വത്തുണ്ടെങ്കിലും, കുറേ മക്കളുണ്ടെങ്കിലും, അള്ളാഹുവിൻ്റെ പരലോകത്ത് പടച്ചോൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായം എന്തുണ്ടാകൂല, ഓനക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ ജീവിതം എപ്പോഴും എന്ത് ചെയ്യണം? നന്നായിരിക്കണം. ഇനി പൊതുവെ പറയാണ്, നമ്മൾക്ക് പ്രവാസികളിൽ അത് താരതമ്യേന ഇല്ല. നിങ്ങൾ ഒരു ദിവസത്തെ പത്രം എടുത്ത് നോക്കിയേ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ആരൊക്കെയോ ഈ അടുത്തായിട്ട് നമ്മൾ ഈ സൗദി അറേബ്യയിൽ വന്നിട്ടുണ്ടല്ലേ, സിനിമ സ്റ്റാറുകൾ, പിന്നെ ചാനലിൻ്റെ ആളുകൾ. ഒന്നും പിന്നെ ഇസ്ലാം അത് വിലക്കി, ഈ രാജ്യം അത് വിലക്കി. പക്ഷേ ഈ വിലക്കപ്പെട്ട ഈ രാജ്യത്ത് പോലും വലിയ ഓരോന്നായിട്ടാണ് പ്രോഗ്രാമുകൾ എത്തുന്നത്. ശൈത്യകാല ഉത്സവം കൊണ്ടാടാനും ഒക്കെ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ? അള്ളാൻ്റെ ആയത്തുകൾ നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാത്ത ഒന്നും ഇതിലില്ല. ആളുകൾക്ക് മുഴുവൻ എന്തിനാ താല്പര്യം? ഇതുപോലത്തെ ഒന്നിലേക്ക് ചെയ്യല, നമ്മളും അറിയാതെ എത്തിപ്പോകല. നിങ്ങൾക്ക് ഈ കാഫിർ എന്ന പ്രയോഗം പല സ്ഥലങ്ങളിലും കാണാം. അള്ളാൻ്റെ ആയത്തിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ ആയത്തിനെ പരിഹസിക്കുന്ന നിങ്ങൾ ഒരു ഉദുറും പറയണ്ട. ലാ തഅ്തദിറു ഖദ് കഫർത്തും ബഅദ ഈമാനിക്കും. അള്ളാഹ് പറയുക, അള്ളാഹിനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? അള്ളാഹിൻ്റെ ആയത്തുകളെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, ഒരു ഉദുറും നിങ്ങൾ പറയണ്ടാൽ. ലാ തഅ്തദിറു ഖദ് കഫർത്തും ബഅദ ഈമാനിക്കും. നിങ്ങൾക്ക് അള്ളാഹ് ഈമാൻ തന്നിരുന്നു, പക്ഷെ അതിനുശേഷം നിങ്ങൾ ആരായിപ്പോയി? കാഫിറായിപ്പോയി. ചെയ്ത തെറ്റെന്താ? അള്ളാഹിൻ്റെ നിയമങ്ങളെ നിഷേധിച്ചു, ആയത്തിനെ തള്ളി, ഹദീസുകളെ തള്ളി. പല രീതിയിൽ തള്ളുന്നവരുണ്ട്. ഇനി നമ്മൾ തന്നെ തള്ളുന്ന ആളുകളുണ്ട്. എങ്ങനെ? എനിക്കറിയാം, എത്ര ഉദാഹരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? പലിശ, അതെനിക്ക് വാങ്ങിയേ പറ്റൂ. ഓനാരുമായിട്ടുള്ള അള്ളാഹിൻ്റെ ആയത്തുകളെ തള്ളുന്നൊരു മനുഷ്യനാണ്. എത്രത്തോളം തള്ളുന്നു? ഒരു വ്യഭിചാരിയെക്കാളും അള്ളാഹ് ഗൗരവം കൂടി പറയുന്നൊരു തെറ്റാണ് പലിശ അല്ലേ? എന്തൊക്കെ പറഞ്ഞു? പലിശയുടെ ആൾ അവൻ കാത്തിരിക്കട്ടെ, അവന് ഒരുങ്ങിക്കൊള്ളട്ടെ ഒരു യുദ്ധത്തിന്. ഒരു ഭാഗത്താരായിരിക്കും അവൻ, ഒരു ഭാഗത്ത് അള്ളാഹ്. വേറെ ഏതെങ്കിലും വിഷയത്തിൽ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കാര്യം? അള്ളാഹായിട്ട് യുദ്ധത്തിന് തയ്യാറായിക്കോട്ടെ. ഈ ആയത്തുകൾ എത്രയുണ്ട്, പക്ഷേ എൻ്റേത് പലിശയല്ല, എൻ്റെ കച്ചവടത്തിൽ പലിശ ഉണ്ടായിട്ടില്ല. പലിശ എന്ന് എനിക്ക് ഉറപ്പുണ്ടറിയാം. അതേപോലെ ഊഹ കച്ചവടത്തിലോ വേറെ ഏത് രീതിയിലാകട്ടെ, അള്ളാഹുവിൻ്റെ ഒരു നിയമത്തോട് എനിക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഞാൻ കാഫിറായി പോവുകയാണ്. ഒരു ഭാഗം അത്. രണ്ടാമത്തെ ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ലോകത്തൊരു പ്രവണതയാണ് ഈ ഹദീസുകളെ ഒക്കെ ഒരു പുച്ഛമാക്കി കാണൽ, തള്ളിക്കളയൽ. ആ നിലക്ക് നമ്മൾ എത്തരുത്. ആ തള്ളുന്നത് യഥാർത്ഥത്തിൽ ഖുർആൻ തള്ളുന്നൊരവസ്ഥയിലേക്കാണ് എത്തുന്നത്. നമ്മൾക്കത് ആ വിഷയം അറിയണം.
കാരണം എത്രത്തോളം പ്രാധാന്യം ഹദീസുകൾക്കുണ്ട് എന്നത് നമ്മളും പഠിക്കണം. പടച്ചോൻ്റെ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കണമെന്ന് കാണോ? ഇല്ല. അതെവിടെ കാണോ? ഹദീസിലേക്കാണോ? സകാത്ത് കൊടുക്കണമെന്ന് കാണും, എന്തിനൊക്കെ എത്ര രീതിയിൽ കൊടുക്കണമെന്ന് കാണോ? ഇല്ല, ഹദീസിലേക്കാണോ? പക്ഷേ ഈ ഹദീസ് നിഷേധിക്കുന്ന ആളുകളൊക്കെ ചില പ്രത്യേകം സഹാബികൾ ആദ്യം നിഷേധിക്കും. അബൂ ഹുറൈറ ജൂതന എന്ന് പറയും. എന്തിനാ ജൂതന എന്ന് പറയാൻ കാരണം? അബൂ ഹുറൈറ എന്ന് പറയുന്ന ഒരാളെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഹദീസും നിഷേധിക്കാൻ ഒരു വകുപ്പായി. കാരണം നമ്മളൊക്കെ ഏത് ഹദീസും കേൾക്കൽ എങ്ങനെയാ? അൻ നബി ഹുറൈറ എന്നൊക്കെ പറഞ്ഞിട്ടാ അല്ലേ? ആ ഭാഗത്തേക്ക് അത് പോയി. പിന്നെ ഓരോരോ കാരണം പറഞ്ഞിട്ടാണ് ഹദീസുകളെ നിഷേധിക്കുന്നത്. വ്യാഖ്യാനങ്ങൾ നൽകിയിട്ട് അതിനെ വഷളാക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉൾപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ പടച്ചോ നമ്മൾക്ക് തന്നതാണ് നമ്മുടെ പണം, നമ്മുടെ മക്കൾ. ഇതെല്ലാം പിന്നെ ഖുർആനിൽ കാണാം. ഹിബ എന്ന മക്കളെ പറ്റി ഒന്ന് പറഞ്ഞത്. ഹിബ എന്ന് പറഞ്ഞാൽ എന്താ? പേരൊക്കെ ഇട്ടുണ്ടാവല്ലോ മകൾക്ക്, കേൾക്കലുമില്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ബേക്കിലാർക്കോ പറയുന്നുണ്ട്. ഗിഫ്റ്റാ? അല്ല, ആ പേര് തന്നെ ഉണ്ടല്ലോ, സമ്മാനം അല്ലേ? അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ ഫിത്തിന. ഇത് രണ്ടും ആരെ പറ്റിയാണ് പറഞ്ഞത്? മക്കളെപ്പറ്റി. പരീക്ഷണം എന്ന് പറഞ്ഞു, സമ്മാനം എന്ന് പറഞ്ഞു. എപ്പോഴാണ് റസൂലുള്ളാഹി പരീക്ഷണം എന്നുള്ളത് ഓതി തന്നത്? മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അല്ലേ, ചെറിയ മക്കളായിരിക്കുന്നത്, പേരമക്കളല്ലേ, എഴഞ്ഞു വരുന്നു. മിമ്പറിൽ നിന്ന് ഖത്തീബായ റസൂലുള്ളാഹി ഇറങ്ങിയിട്ട് രണ്ടാളെ തോളിലേറ്റി കൊണ്ടുപോയി മിമ്പറിൽ ആ ഭാഗത്ത് ഇരുത്തിയിട്ട് ഖുതുബ തുടരുക. അപ്പോഴാണ് പറഞ്ഞത് എന്ത്? മക്കൾ ഇതൊരു പരീക്ഷണം തന്നെയാണ്. ഈ മക്കളുടെ എഴഞ്ഞു വരവ് കണ്ടപ്പോൾ എൻ്റെ ഖുതുബ തന്നെ അത് നിർത്തിയിട്ട് ഇവരെ കൊണ്ടുവരാൻ എന്നെ പ്രേരിപ്പിച്ചു കഴിഞ്ഞു. ഈ മക്കൾ ഇതൊരു പരീക്ഷണം നമ്മളെ കയ്യിലേക്ക് അള്ളാഹ് തന്നു. തരാതെ എത്രയോ ആളുകൾ പരീക്ഷിച്ചു. കുറേ ആളുകൾക്ക് അള്ളാഹ് കൊടുത്തു. കൊടുത്ത പല ആളുകൾക്കും പല രോഗങ്ങളായിട്ട് കൊടുത്തു. അള്ളാഹു തആല പല നിലക്കും ഇത് പരീക്ഷിക്കുകയാണ് അല്ലേ? ആ തന്ന മക്കളെ പരലോകത്ത് ഉപകരിക്കാനുള്ളതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കൽ എപ്പോഴും എങ്ങനെയാണ്? ദുനിയാവിൽ ഉപകരിക്കാൻ വേണ്ടിയിട്ട്. സത്യമല്ലേ അത്? അല്ലേ? ഭൂരിഭാഗം ആളുകളും ഒരു പുരയിൽ 4 ആളുകളുണ്ടെങ്കിൽ ഒരു ഉമ്മ ഒരു ഉപ്പയും ചിന്തിക്കലില്ല എൻ്റെ ഒരു മോനെ അള്ളാൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പറഞ്ഞേക്കണം. അങ്ങനത്തെ ഒരു നേർച്ച ആർക്കും ഉണ്ടാവില്ല, ചിന്ത ആർക്കും ഉണ്ടാവില്ല അല്ലേ? എപ്പോൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ചോദിക്കാൻ തുടങ്ങും, പിന്നെ എന്താ മോനിക്ക് ആഗ്രഹം? അപ്പോൾ മോനും പറയും ഡോക്ടറാണ്, എഞ്ചിനീയർ ആകണം അല്ലേ? ബാപ്പാൻ്റെ ആഗ്രഹം എന്താ? ഇതേ ആഗ്രഹം തന്നെ. അള്ളാഹുവിൻ്റെ ദീനിന് എന്തും ആകട്ടെ, എന്ത് ഡിഗ്രി എടുക്കുമ്പോഴും പടച്ചോൻ്റെ ദീനിന് ഉപകരിക്കുന്ന ഒരു മോനായിട്ട് മോളായിട്ട് മാറ്റാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ് അപകടം. ദുനിയാവിൽ നമ്മൾക്ക് സമാധാനം ഉണ്ടാകില്ല, പരലോകത്തും സമാധാനം ഉണ്ടാകില്ല. അവസാനം മരിച്ചാൽ നമ്മൾക്ക് വേണ്ടി അല്ലാഹു മഗ്ഫിർ ലഹു അല്ലേ വർഹംഹു എന്ന് പ്രാർത്ഥിക്കാൻ അറിയുന്ന മക്കളുണ്ടാകൂല. നേരെ മറിച്ച് ബാപ്പ മരിച്ചാൽ ആ ബാപ്പാൻ്റെ മയ്യത്ത് ഫോട്ടോ മൊബൈലിൽ എടുത്തിട്ട് അപ്പം തന്നെ വാട്സപ്പിൽ വേറെ അനിയന് ഗൾഫിലാണെങ്കിൽ ആ ഗൾഫിലേക്ക് അങ്ങോട്ടേക്ക് അയക്കാൻ തയ്യാറായ മക്കളുണ്ടാകും. പ്രാർത്ഥിക്കാൻ ഉണ്ടാകൂല അല്ലേ? ഖബറടക്കം ചെയ്യുമ്പോൾ ആ ഫോട്ടോ എടുത്ത് അയക്കാൻ മക്കളുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ വേണ്ടൊക്കെ കുടുംബക്കാരെ വിളിച്ച് നിങ്ങൾ വേണ്ടൊക്കെ ചെയ്തോ, വല്ല ഒരു ഫോട്ടോ ആക്കിയിട്ട് ഒരു CD ആക്കി നിങ്ങൾ തന്നേക്ക്, എത്ര കാശ് ഒന്നും നിങ്ങൾ നോക്കണ്ട എന്ന് പറയുന്ന മക്കളുണ്ടാകും. ബാപ്പാൻ്റെ ഖബറിൻ്റെ സമീപത്ത് കൂടെ തോന്നിവാസികളായിട്ട് നടക്കുന്ന മക്കളുണ്ടാകും. പക്ഷേ എൻ്റെ ബാപ്പക്ക് പൊറുക്കണേ, എൻ്റെ ബാപ്പ പാവപ്പെട്ടവനാണ്, അല്ലാഹ് ഒന്നും അറിയാത്തവനാണ്, അതുകൊണ്ട് നീ തെറ്റ് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മക്കളുണ്ടാകൂല. നേരെ മറിച്ച് നല്ല മക്കളോ ആരും പറയണ്ട, ആരും കൽപ്പിക്കണ്ട. ഖബർ സന്ദർശിക്കുന്ന സമയത്താകട്ടെ അല്ലാത്ത വേളകളിലാകട്ടെ ഉമ്മാക്കും ഉപ്പാക്കും പ്രാർത്ഥിക്കാത്ത ഒരു നിമിഷം കഴിഞ്ഞു പോകൂല. ആ ഉമ്മാൻ്റെ ഉപ്പാനെ കുടുംബക്കാരെ സന്ദർശിക്കാത്ത സമയങ്ങളുണ്ടാകൂല. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ നേർച്ച അവർ വീട്ടും, അവരുടെ കൂട്ടുകാരാദരിക്കും. എന്തൊക്കെ കടമകൾ മരണശേഷം പോലും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്ന മക്കളായിരിക്കും. ആ മക്കളെ കൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെ ഖബറിൽ. ആ മക്കളെ കൊണ്ട് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ മക്കളെ അഥവാ നമ്മൾ നമ്മുടെ മക്കളെ നിസ്കാരം പഠിപ്പിച്ചാൽ മക്കൾ നിസ്കരിക്കുന്നതിൻ്റെ കൂലി ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. നമ്മൾ മരിച്ച് ഖബറിൻ്റെ അടിയിലെത്തിയാൽ ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും.
ഇനി നമ്മളെ മക്കൾ മരിച്ചു എന്ന് കൂട്ടിക്കോ, അവരിലൂടെ ഈ നിസ്കാരം വേറൊരാൾ പഠിക്കുമല്ലോ, അതിൻ്റെ കൂലിയും നമ്മൾക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ക്ലാസ് എടുത്തിരുന്നു, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നെ പഠിപ്പിച്ച എൻ്റെ ഉസ്താദുമാർക്ക്, ഇനിയല്ല ഈ ദീനി സ്ഥാപനത്തിലേക്ക് എന്നെ പറഞ്ഞയച്ച എൻ്റെ ബാപ്പ ഉമ്മ ആ ഇഖ്ലാസിലാണ് ചെയ്തെങ്കിൽ അവർക്കതിൻ്റെ കൂലി കിട്ടും, ഉസ്താദിന് കിട്ടും. ഇതിങ്ങനെ പോയി എവിടം വരെ എത്തും? റസൂലുള്ളാഹിയുടെ ഖബർ വരെ എത്തും. ഇത് കേട്ട് നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ ശീലിക്കുന്നു, അതിൻ്റെ കൂലി എനിക്ക് കിട്ടും. നിങ്ങൾ വേറെ ആൾ കൈമാറുന്നു, കൂലി നിങ്ങൾക്ക് കിട്ടും. അറിവ് ഒരിക്കലും നമുക്ക് എന്തായി പോകുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല. 10 റുപ്യ കൊടുത്താൽ അതുകൊണ്ട് തീർന്നു, ചെയ്ത് കൊടുത്താലോ തീരുന്നില്ല. എത്ര കൂലി കിട്ടും? അതുകൊണ്ട് നമ്മളെ മക്കൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലൂടെ ഉമ്മ ബാപ്പ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ആ മക്കളുടെ തലച്ചോറിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താ കയറ്റി കൊടുക്കുന്നത്? ഒരുപാട് വീഡിയോസ് കയറ്റി കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഓഡിയോസ് കയറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഉപകരിക്കുന്ന എന്തെങ്കിലും ഒന്ന് നമ്മുടെ മക്കൾക്കുണ്ടോ? അല്ലേ? ജീവിതകാലം മുഴുവനും ആ മക്കൾക്ക് ഉപകരിക്കുന്ന, നമ്മൾക്ക് ഉപകരിക്കുന്ന, അവസാനം പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് കാണിക്കൻ്റെ ഉമ്മാനെ ബാപ്പാനെ, നജ്അൽഹുമാ തഹ്ത അഖ്ദാമിന, കാലിൻ്റെ അടിയിലിട്ട് ഞങ്ങൾ ചവിട്ടട്ടെ ഉമ്മാനെ ബാപ്പാനെ. ഇവർ പിഴപ്പിച്ച എല്ലാവരും, അതിൽ ഉമ്മൻ്റെ ബാപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തിനല്ല യക്കൂന മിനൽ അസ്ഫലീൻ, അവർ അധമന്മാരായി തീരാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അങ്ങനെ പറയുന്ന ഒരവസ്ഥയിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നന്നായിട്ട്. പഠിച്ചോനെ, മാതാപിതാക്കളെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായി ഞങ്ങളെ നീ ആക്കണം. ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളല്ല, പറഞ്ഞതൊക്കെ എന്താണ്? സ്വാലിഹീങ്ങളായ മക്കളെ ബാക്കിയാക്കിക്കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണം. മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന ഉണ്ടോ ഖുർആനിൽ? അങ്ങനൊരു പ്രാർത്ഥനയില്ല. എന്തേ ഉള്ളൂ? റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, സാലിഹായ കുട്ടീനെ തരണേ. നമ്മളിന്ന് ആൾക്കാർക്കൊക്കെ എന്താ വേണ്ടത്? ഒരു കുട്ടീനെ തരണേ. കുട്ടീനെ തരണമെന്ന് അല്ലാഹു കുട്ടീനെ കൊടുക്കും. പക്ഷെ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? സ്വാലിഹായ മക്കളെ തരണേ എന്ന് പ്രാർത്ഥിക്കുക. അതില്ലെങ്കിൽ ദുനിയാവിലും പരലോകത്തും അതിൻ്റെ കയ്പ് നിന്നെ അനുഭവിക്കേണ്ടി വരും. ദുനിയാവ് തന്നെ അനുഭവിക്കും. അല്ലേ? കല്യാണം 11 മണിക്കാണ് നിക്കായെങ്കിൽ 8 മണി മുതൽ മോളെ കാണൂല. അതേപോലെ തന്നെ അല്ലേ, എത്ര അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ എത്രയോ പർദ്ദയിട്ടാകട്ടെ, പിന്നെ അതേപോലെ തന്നെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർന്ന് എല്ലാം ബോധമുള്ള ആളുകളാകട്ടെ, ദുനിയാവ് ആ നിലയിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പണം നമ്മൾ ഓരോരുത്തരെയും നശിപ്പിക്കും. നമുക്ക് ആ ആയത്തും ഹദീസൊക്കെ നിഷേധിക്കുക എന്ന് പറയുന്നത് പണം കയ്യിൽ വരുമ്പോൾ നമുക്ക് പിന്നെ കിബറ കൊണ്ട് കൂടുക, പിന്നെ അള്ളാഹ് നമുക്ക് പോരാ, ദീന് പോരാ. പിന്നെന്താ? ആളുകൾ ചാനലിന് പൈസ കൊടുത്തിട്ട് അവാർഡ് സ്വന്താക്കുക. ഇനി അതേപോലെ തന്നെ പത്രത്തിൽ പരസ്യം വരാൻ വേണ്ടിയിട്ട് ഇന്നയാളെ സംഘടിപ്പിക്കുക. ഇനി വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ പിടിച്ചിട്ട് കോഴിക്കോട് ടൗണിലോ എറണാകുളത്ത് ടൗണിലോ വലിയൊരു സംഗമം സംഘടിപ്പിച്ചിട്ട് അതിലെനിക്ക് അവാർഡ് കിട്ടണമെങ്കിൽ 3-4 ലക്ഷം കെട്ടിവെക്കുക. എന്നിട്ട് ആ അവാർഡ് എനിക്കാക്കുക. കുറേ ശിങ്കടികളെ ഫുഡും മേടിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ വണ്ടിക്ക് പൈസ കൊടുത്തിട്ട് അവിടെ കൈമുട്ടിക്കാനും അല്ലേ, ഇതൊക്കെ ഇന്ന് ആളുകൾ ചെയ്യുക. പൈസ കയ്യിലുണ്ടാകുമ്പോൾ പിന്നെ ഓർക്ക് മതരംഗത്തോട് ഒരു പുച്ഛായിരിക്കും. ഇതിൽ വന്നാൽ ഒരു കുറച്ചിലായിരിക്കും. ഖുർആൻ ക്ലാസ് എന്നവരുണ്ടാവൂലേ? നേരെ വെച്ചിട്ട് ഇതേ സമയത്ത് അൽക്കോബാറിൽ തന്നെ ഇതേ സമയത്ത് എന്തൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ടാവും. ഒരു പോസ്റ്റർ നമ്മൾ റോഡിലെവിടെയും കാണൂല. നാളത്തെ പത്രത്തിൽ കാണാം നമ്മൾക്ക്, അല്ലേ? 3-4 കോളങ്ങളുള്ള ന്യൂസാണ് കാണുക. ആരൊക്കെ വരുന്നു, എന്തൊക്കെ പ്രോഗ്രാം, ഏതൊക്കെ സംഗീതജ്ഞന്മാരാണ് ഇവിടെയൊക്കെ ഉള്ളത്, എല്ലാം നമുക്ക് ഒരു പത്രം വരുമ്പോൾ മനസ്സിലാകുകയും ചെയ്യും. ഒരു ഇസ്തിറ നിങ്ങൾക്ക് വ്യാഴാഴ്ച രാത്രിയോ വെള്ളിയാഴ്ച രാത്രിയോ പകലോ കിട്ടൂല. ഒക്കെ ഗാനമേളക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ അസീസിയൽ ഇസ്തിറകളൊക്കെ എവിടുന്ന് ആ രീതിയിലാണ് ആളുകളുടെ പണം, ഈ നാട്ടിലത്തെ പണം പോലും ആളുകൾ ഉപയോഗിക്കുന്നത്. അല്ലാഹു തആല അങ്ങനെയുള്ള എല്ലാ മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നുകൂടെ ഞാൻ ഈ ആയത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ ലാ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ വഉലൈക ഹും വഖൂദുൻ നാർ كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين
الذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد. 11-ാമത്തെ ആയത്ത് നിർത്തേണ്ടത് ഷദീദുൽ ഇഖാബ്. 13 വബിഇസൽ മിഹാദ്. കുറേ തവണ പറഞ്ഞ 5 അക്ഷരങ്ങൾ ക ത്വ ബ ജ ദ. ഈ അക്ഷരങ്ങൾ അവസാനം വന്നു കഴിഞ്ഞാൽ അതിനെ വെളിവാക്കിയിട്ട് വേണം എന്ത് ചെയ്യാണ്, നിർത്താൻ. ഇതാണ് ആയത്തും അതിൻ്റെ വിശദീകരണവും. കൂടെ നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ, നമ്മളൊക്കെ ഇന്നത്തെ പത്രം, ഇന്നലത്തെ പത്രം, മെനിയാന്ത ന്യൂസുകളിലൊക്കെ ലോകത്തെ എല്ലാ മുസ്ലിങ്ങളെയും, എല്ലാ മനുഷ്യന്മാരെ മുഴുവനും വേദനിപ്പിക്കുന്നൊരു വാർത്ത നമ്മൾ കണ്ടതാണല്ലേ, പാകിസ്ഥാനിൽ വെച്ചിട്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അല്ലാഹു തആല ആ കുടുംബത്തിനൊക്കെ സമാധാനം നൽകുമാറാകട്ടെ, ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവ് നൽകുമാറാകട്ടെ. ചെയ്തത് കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങൾ, കൊന്നതോ ലോകത്തിന് മുമ്പിൽ അവരുടെ പേരും എന്താ, മുസ്ലിങ്ങൾ. ഇസ്ലാമിലൊരു മനുഷ്യ ശരീരത്തിൻ്റെ വില, കൊലപാതകം പോകട്ടെ, ഒരാളെ കുറിച്ചിട്ട് അയാൾ ഇല്ലാത്ത നേരത്ത് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഇസ്ലാമിന് പറയാൻ പാടില്ല. അത് അവൻ്റെ ഡെഡ് ബോഡിയിൽ നിന്ന് ഒരു ഇറച്ചി കഷ്ണം എടുത്ത് തിന്നത് പോലെയാണ് അല്ലേ, ഒരാളെ പറ്റി ന്യൂനത അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പോലും പറയൽ. അപ്പം നമ്മൾ ഇതിൻ്റെ ഗൗരവം അറിയണം, എത്രത്തോളം ഇസ്ലാം മനുഷ്യൻ്റെ വില കാണുന്നു. നമ്മൾ നമ്മുടെ സ്വന്തം സഹോദരൻ്റെ നേരെ തമാശയ്ക്ക് ഒരു ആയുധം ചൂണ്ടിയാൽ ആ മലക്കൾ ഇവനെന്ത് ചെയ്യും, ആയുധം താഴെ വെക്കുന്നത് വരെ ശപിച്ചുകൊണ്ടിരിക്കും. അഥവാ മക്കളൊക്കെ ഇല്ലേ, നമ്മളൊക്കെ ഇല്ലേ മക്കളുടെ അടുത്ത് കത്തിയെടുത്ത് ഇങ്ങനെ ചൂണ്ടുന്നു, തമാശക്ക് കാര്യത്തിലല്ല. അങ്ങനെ ചൂണ്ടിയാൽ അള്ളാൻ്റെ മലക്കൾ എന്ത് ചെയ്യും, നമ്മളെ ശപിക്കും. സഹോദരൻ്റെ നേരെ നിങ്ങൾ ആയുധം എടുക്കരുത്, ചൂണ്ടരുത് തമാശക്ക്. നിങ്ങൾക്ക് അറിയില്ല ഷെയ്ത്താൻ അതിനെക്കൊണ്ട് എന്താ ചെയ്യിപ്പിക്കുക എന്ന്. നമ്മൾ കിച്ചണിൻ്റെ ചിലപ്പോൾ ഉമ്മയോ ഇനിയല്ല ബാപ്പയോ ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ. മക്കളുടെ മൈൻഡിൽ ഇത് വന്നിട്ടുണ്ടാകും, അവരറിയാതെ ചിലപ്പം വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്താകും, കൊല്ലപ്പെടും. എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ച ഇസ്ലാം എന്നിട്ട് ലോകത്തൊരു മനുഷ്യനെ കൊന്നാൽ ലോകത്ത് മുഴുവനെയും കൊന്നതുപോലെയാണ്. മുസ്ലിമിനെ കൊന്നാന്നാണോ, ഒരു മനുഷ്യനെ കൊന്നാൽ തന്നെ മുഴുവൻ ആളുകളെയും കൊന്നതുപോലെയാണ്. പിന്നെ അത് മുസ്ലിം കൂടിയാകുമ്പോഴോ എത്ര ഗൗരവമാണത്. അതുകൊണ്ട് ഒരു ഇസ്ലാമുമായിട്ട് നമ്മൾക്കതിന് ബന്ധമില്ല. നമ്മളും സ്വാഭാവികമായിട്ട് ഇതിൽ എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്നുവെങ്കിലും നമ്മുടെ നാടുകളിലൊക്കെ ചില പത്രങ്ങളും ചില ആളുകളുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അതൊക്കെ കേരളത്തിൽ വേണ്ടി തന്നെയല്ലേ അല്ലേ. BJPക്കാരൊക്കെ ഇത്രത്തോളം ഗുജറാത്ത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദുക്കളൊക്കെ അവിടെയൊക്കെ എത്രയോ മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, എന്നാലും ഇതൊക്കെ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് പേരെടുത്ത് തന്നെ പറയുക. NDF ഒക്കെ പോലുള്ള സംഘടനയെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. എന്ത് പേരും പറഞ്ഞിട്ടായിരുന്നു വന്നത്, മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ അല്ലേ പറഞ്ഞത്, ഇസ്ലാമിനെ സംരക്ഷിക്കാൻ എന്നാ പറയുന്നത്. പക്ഷെ അത് പോയി പിന്നെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനല്ല, പിന്നെ NDF എന്തിനാണ്ടത്, NDFൻ്റെ ആളുകളെ സംരക്ഷിക്കാൻ എന്ന രീതി. ഞാൻ ഒരു സംഘടന മാത്രമല്ല, അതിന് ആ സംഘടന ഉണ്ടാകാൻ എത്രയോ അതിന് പിന്നെ വളം നൽകിയതാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളുടെ പുസ്തകങ്ങളും ആ സംഘടന ആശയങ്ങളൊക്കെ അതിന് വളം നൽകിയിട്ടുണ്ട്. കാരണം ഷിയാക്കളുടെ പല പുസ്തകങ്ങളും മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ആ നിലക്കുള്ള പലതും നമ്മൾ എന്തിനുകൊണ്ട് ഇത് പറയുന്നതെന്നറിയോ, ഈ പാകിസ്ഥാനിലൊക്കെ നടക്കുന്ന സംഭവത്തിൽ നമ്മൾ അപലപിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലും എത്രയോ ആളുകളെ, കണ്ണൂർ ജില്ലയത്ത് ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ കൊന്നാൽ അതിൻ്റെ മറുപടി എവിടുന്നാണ് കൊടുക്കുന്നത്, പാലക്കാട്ട് നിന്നാ മറുപടി. ഒരു പാവപ്പെട്ട ഹിന്ദുവിനെ മുസ്ലിം തിരിച്ചു പോയി കൊല്ലുക. അതേപോലെ തന്നെ ഇനി സ്വന്തം സ്ഥലത്ത് നിന്ന് തന്നെയാകട്ടെ, ഇപ്പോൾ വടകരയോ നാദാപുരത്തോ കണ്ണൂരോ ഒരു കൊലപാതകം നടക്കുമ്പോൾ ആളുകൾ ചെതറിയോടും അല്ലേ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചെതറും. ആ സമയത്തൊരു മുസ്ലിമിൻ്റെ കടമ എന്താ, പ്രശ്നങ്ങൾ നടക്കും, എൻ്റെ വീട്ടിലൊരാൾ അഭയം തേടിയാൽ ആ മനുഷ്യർക്ക് മുസ്ലിങ്ങൾ എന്താ കൊടുക്കേണ്ടത്, അഭയം കൊടുക്കണം. പക്ഷേ ഇന്നെന്താ സംഭവിക്കുന്നത്, ഇന്ന് തെരഞ്ഞു പിടിച്ച് കൊല്ലുക. എന്തിനാ എന്നെ തല്ലുന്നത്, മുസ്ലിമിൻ്റെ മറുപടി എന്താ, നീ ഹിന്ദുവായിട്ട്. എന്തിനാ മുസ്ലിമിനെ തല്ലുന്നത്, നീ മുസ്ലിമായിട്ട്. ഈ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. ആളുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ചില്ലേ യുദ്ധമുഖത്ത് പോലും സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല. റസൂലുള്ളാഹിയുടെ നിയമ, അവരുടെ ആരാധനാ മഠങ്ങളിൽ കയറിയിട്ട് അതിന് കാർമ്മികത്വം വഹിക്കുന്നവരെ പിടിക്കാൻ പാടില്ല അല്ലേ, കൊല്ലുമ്പോൾ പോലും വികൃതമായിട്ട് കൊല്ലാൻ പാടില്ല. ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹി. ഒരു മൃഗത്തെ ബലിയെറുക്കുമ്പോൾ പോലും കത്തി മൂർച്ചയാക്കി വെക്കണം. എന്തിനാ കത്തി മൂർച്ചയാക്കി വെക്കുന്നത്,
ആ മൃഗത്തെ അറുക്കുമ്പോൾ മാന്യമായിട്ട് അതിനെ അറക്കണം, അതിന് പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പഠിപ്പിച്ച മുസ്ലിങ്ങളാണ് അല്ലേ? മുസ്ലിം എന്ന് പറയുന്ന ആളുകളാ പിഞ്ചു മക്കളെ കൊല്ലുകയും തീ വെച്ച് കൊല്ലുകയും ഗ്രനേഡിട്ട് കൊല്ലുകയും. ഈ ആളുകളൊക്കെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇപ്പോൾ അവസാന കാലം വരുമ്പോൾ മുസ്ലിങ്ങളുടെ സമുദായത്തെ കൊന്നു തീർക്കും. എന്നിട്ടോ കൊല്ലുന്നവൻ അറിഞ്ഞൂടാ ഞാൻ എന്തിനാ കൊന്നത്. ചാവേറിനറിയോ ഞാൻ എന്തിനായി കൊല്ലുന്നത്? ഏതോ ബിസിനസ്സുകാരൻ പറഞ്ഞ് ആരെയോ കൊല്ലാൻ കൊന്നു. കൊല്ലപ്പെട്ടവർക്കറിയാം, മക്കൾക്കറിയോ എന്തിനാ കൊല്ലപ്പെട്ടതെന്ന് അറിയില്ല. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ട് പഠിപ്പിക്കുന്നു. പരലോകത്ത് വെച്ച് കൊല്ലപ്പെട്ടവർ പറയും, പഠിച്ചോനെ ഇവനോട് ചോദിക്ക് ബിമ ഖത്തലിനി, ഇവൻ എന്തിനാ എന്നെ കൊന്ന്. അള്ളാഹ് പിടിക്കൂലേ? അതുകൊണ്ട് നമ്മൾ ഈ ഒരു നിലക്കും പാകിസ്ഥാനിൽ സംഭവത്തോടുകൂടി നമ്മൾ പഠിക്കുക, എപ്പോഴും നമ്മൾ പഠിക്കുകയാണ്. ഇസ്ലാമിൽ ഇങ്ങനെ ആയുധമെടുത്തൊരു മതം പ്രചരിപ്പിക്കലോ അതല്ലെങ്കിൽ ഈ നിലക്ക് ഒരു ആയുധമെടുത്തിട്ട് മുസ്ലിങ്ങളെ സംരക്ഷിക്കലോ ഇല്ല. നമ്മളുടെ ആദർശം ലോകത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നു ഈ ഖുർആനുള്ള കാലത്തോളം. പിന്നെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ആയുധം എടുക്കേണ്ട ആവശ്യമില്ല. അത് യുദ്ധത്തിൻ്റെ മുഖം ആ വരുന്ന സന്ദർഭത്തിലാണ് ആ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ കൂടി പഠിക്കുക അല്ലേ? ഉസാമ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ ഒരു ശത്രുവിനെ കൊല്ലാൻ നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു ആ ശത്രു, എന്നിട്ടും കൊന്നു. നബിയോട് ഈ സംഭവം പറഞ്ഞു. നബിക്ക് ദേഷ്യം വന്നിട്ട് എന്താ പറഞ്ഞത്? ഉസാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നീ ഒരാളെ കൊന്നോ? നബി ഓൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരിക്കൂലേ? നീ എന്താ ഓൻ്റെ കൽബ് മാന്തി നോക്കിയിട്ടുണ്ടോന്നാണ് ചോദിച്ചത് അല്ലേ? അങ്ങനെ ദേഷ്യം പിടിച്ച് ചോദിച്ചു റസൂലുള്ളാഹി. ഉസാമ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഞാനന്ന് മുസ്ലിമായിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് പറഞ്ഞു. അത്ര ഗൗരവമാണ് ആ വിഷയം. അതുകൊണ്ട് നമ്മൾ ആ കാര്യം കൂടി പഠിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.